ഓക്കെ, നമ്മൾ പൊളിറ്റിക്കൽ തോട്ടുമായി ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പൊളിറ്റിക്കൽ തോട്ടിൽ 1-2 ടോപ്പിക്സ് കഴിഞ്ഞ് കാണാത്തവർ കാണുക. പൊളിറ്റിക്കൽ തോട്ടില് ഹെഗൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നൽകുന്നത്. ഹെഗൽ ക്വസ്റ്റ്യൻസ് വരുന്നതൊക്കെ നമ്മൾ PYQല് വേറൊരു സെഷനിൽ ചെയ്യാം. ഇതെല്ലാം കൂടെ PYQ സെഷൻ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുക. ക്ലാസ്സുകളെ ബാധിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, സെഷൻസ് PYQ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷൻ ഞാൻ വെക്കാം. അതല്ലാതെ ഞാൻ ആദ്യത്തെ സെഷൻസിലൊക്കെ ക്വസ്റ്റ്യൻസ് കാണിച്ചു തന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്നാലും ഒരു ഇൻഡെപ്ത് 1-2 ഏരിയാസ് ചോദിച്ചു വരുന്നുമുണ്ട്. സോ ഹെഗൽ, ഗ്രാംഷി, ഇതിനു മുമ്പുള്ള ആൾക്കാര്, പല അപ്പൊ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളെ പഠിക്കുമ്പോൾ, ഞാൻ സോഷ്യൽ കോൺട്രാക്ച്വലിസ്റ്റുകളെ പഠിക്കുമ്പോൾ പറഞ്ഞാണ്, ഒരാളെ പഠിക്കുമ്പോൾ അയാളുടെ ലൈഫ് സ്റ്റോറിയുടെ ഒരു മിനിമം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒരാളെ എന്താണ് പറയുന്നത് എന്നറിയാൻ. ഇപ്പൊ ഞാൻ എന്താണ് പറയുന്നത് എന്ന് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇനി എത്രയൊക്കെ ഞാനൊരു ഭയങ്കര നന്നായിട്ട് ഒരു മോഡറേറ്റ് ലെവൽ ക്ലാസ് എടുത്താലും, മോഡറേറ്റ് ലെവൽ കാര്യങ്ങൾ ഇൻഫർമേഷൻ തന്നാലും, എൻ്റെ ഉള്ളിലുള്ള ചില ഒപ്പീനിയൻസും കൂടെ എൻ്റെ ക്ലാസ്സുകളിൽ വരും. അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാണ് ഒരു തിങ്കർ. ഒരു തിങ്കർ എന്ന് പറയുന്നത് ആ തിങ്കറിന്റെ ലൈഫ് സ്റ്റോറിയുമായി ബന്ധപ്പെട്ടിരിക്കും അയാൾ ഉപയോഗിക്കുന്ന എക്സാമ്പിൾസ്, അതുപോലെ അയാൾ പറയുന്ന ആശയങ്ങൾ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ലോക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ലോക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വാദിയാണെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെയാണ് നമ്മൾ പറഞ്ഞ അതേ കാലഘട്ടത്തിൽ ജനിച്ച, അല്ലെങ്കിൽ അതേ കാലഘട്ടത്തിലുള്ള ഒരാളായിരുന്നു ഹോബ്സ്. ഇപ്പൊ ഹോബ്സ് ലോക്കും ഒരേ സ്ഥലത്ത് ഒരേ കാലഘട്ടത്തിൽ ഒരേ കാര്യങ്ങളിലൂടെ ഡിസ്കസ് ചെയ്തു വന്ന ആൾക്കാർ. പക്ഷെ രണ്ട് രീതിയിൽ, ഒരാൾക്ക് ഇങ്ങനെ സപ്പോർട്ട്, ഒരാള് നോർമൽ കോൺസ്റ്റിറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു 40 വർഷത്തിന്റെ വ്യത്യാസം മാത്രമാണ് ഇവർ തമ്മിലുള്ളത്. പക്ഷെ ഒരേ രാജ്യത്ത് ഏകദേശം ഒരേ സാഹചര്യത്തോട് പൊരുതി വന്നവരാണ് ഇവർ രണ്ടുപേരും. പക്ഷെ ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഒരാൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ആളായി മാറുന്നു. സോ ഇതാണ് ഓരോ ലൈഫ് സ്റ്റോറിക്കും അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെയാണ് ഹെഗൽ എന്നല്ല, ഇനി വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. സോ ഹെഗൽ പറയുമ്പോഴും നിങ്ങൾ ഹെഗലിന്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ, ഹെഗലുമായി ബന്ധപ്പെട്ട PDF വായിക്കുമ്പോഴും ആദ്യമേ മനസ്സിൽ കരുതേണ്ട ഒരു സാധനമുണ്ട്. അത് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞു തരും. എന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ ആ ഒരു അസംഷനിൽ വേണം പഠിച്ചു പോകാൻ. ഓക്കെ, ഹെഗലും നമ്മൾ പഠിക്കാനുള്ള ഒരാളും തമ്മിൽ നല്ല ബന്ധമുണ്ട്. ആരാണെന്ന് പറയാമോ? ഈ തോട്ടിൽ തന്നെയുള്ള നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഒരാളും തമ്മിൽ വളരെയധികം നല്ലൊരു റിലേഷൻ ഉണ്ട്. ഹെഗലിനെ ഇൻഫ്ലുവൻസ് ചെയ്താണ് അയാൾ പല തിയറീസും എഴുതിയിരിക്കുന്നത്. ആരാണെന്ന് അറിയാമോ? ഹെഗലിനെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ഇനി വരാൻ പോകുന്ന ഒരാൾ, ഹെഗൽ അല്ലാത്ത ഇനി വരാൻ പോകുന്ന ഒരാൾ ഹെഗലിനെ ഇൻഫ്ലുവൻസ് ചെയ്താണ് പൊളിറ്റിക്കൽ തോട്ടിന് തന്നെ ഏറ്റവും പ്രധാന തിയറി എഴുതിയിട്ടുള്ളത്. ആരാണെന്ന് പറയാമോ? ഹെഗലിനെ ഇൻഫ്ലുവൻസ് ചെയ്ത, അല്ലാതെ ഹെഗൽ എന്ന വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് വേറൊരാൾ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആരാണെന്ന് പറയാമോ? തെറ്റിക്കോട്ടെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. ആരാണെന്ന് പറയാമോ? ഹെഗലിനെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട്, അതായത് ഹെഗൽ എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ, ഹെഗൽ പറഞ്ഞ കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്താണ് പൊളിറ്റിക്കൽ തോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഒരു 2-3 തിയറീസ് എഴുതിയിരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് അറിയാമോ? നിങ്ങൾ തോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. നിങ്ങൾ തോട്ടിൽ ഇങ്ങനെ ഒരാളെ പഠിക്കാതെ പോകാൻ പറ്റത്തില്ല. പൊളിറ്റിക്കൽ തോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ്. ഹെഗലിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹെഗൽ എന്ന വ്യക്തിത്വം കുറെ കാര്യങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആരാണെന്ന് പറയാമോ? ഹെഗലിനെ നല്ലവണ്ണം, ഹെഗൽ എന്ന വ്യക്തിയെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്താണ് അയാൾ പിന്നീട് വന്നത്. ആരാണെന്ന് പറയാം? ഹെഗൽ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. ആരാണെന്ന് പറയാമോ? എനിക്ക് റെസ്പോണ്ടും കൂടെ വേണം. അറിഞ്ഞൂടാന്ന് പറയാം. റെസ്പോണ്ട് എന്തായാലും വേണം. അറിയില്ല. ഒരാൾ പറയുന്നത് മാർക്സ് ആണോ? യെസ്.
കറക്റ്റ് ആൻസർ മാർക്സ് ആണ്, കാർൽ മാർക്സ് ആണ് ഹെഗലിനെ അതായത് ഹെഗൽ പറഞ്ഞ പല കാര്യങ്ങളും കാർൽ മാർക്സിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏറ്റവും പൊളിറ്റിക്കൽ തോട്ടിലെ ഏറ്റവും പീക്കിൽ കൊണ്ടുവച്ച് സംസാരിക്കുന്ന ഒരാളാണ് കാർൽ മാർക്സ്. ഈ കാർൽ മാർക്സ് പല സാധനങ്ങളും എഴുതിയിരിക്കുന്നത് ഹെഗൽ അല്ലെങ്കിൽ ഒരു ഹെഗൽ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം എഴുതി വെച്ചിരിക്കുന്ന ആദ്യ കാലങ്ങളിൽ ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള, ജർമ്മനിയിലാണ് ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നത്, കാർൽ മാർക്സ്. പ്രത്യേകിച്ച് ഡയലക്ടിക്സം എന്നൊരു ഐഡിയ ബേസ് ചെയ്തിരിക്കുന്ന സംഭവം. സോ ഡയലക്ടിക്കൽ സ്കീം അല്ലെങ്കിൽ ഡയലക്ടിക്കൽ ഐഡിയലിസം എന്നൊക്കെ പറയാം. ഇതിനകത്ത് ഡയലക്ടിക്കലിസം എന്നോ അല്ലെങ്കിൽ ഡയലക്ടിക്കൽ മെത്തേഡ്സ് എന്നോ ഇതെല്ലാം ആദ്യമായിട്ട് ഒരു പ്രോപ്പർ അറേഞ്ച്മെന്റിൽ കൊണ്ടുവന്ന് സംസാരിച്ച ഒരാളാണ് ഹെഗൽ. എന്താണ് ഡയലക്ട് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ടല്ലേ, ഡയലക്ട് എന്ന് പറഞ്ഞാൽ വേർഡിൽ തന്നെ ഉണ്ട്. ഡയലോഗുകൾ, ഡയലക്ട് എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ നമുക്കിത് മനസ്സിലാവും. ഡയലോഗുകൾ, ഇപ്പൊ ഒരാൾ ഡയലോഗ് പറയുകയാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന രണ്ടുപേര്, ഇപ്പൊ നമിതയും ഞാനും തമ്മിലാണ് ഒരു സംഭാഷണം നടക്കുന്നതെങ്കിൽ ഒരാൾ ഒരു ഒപ്പീനിയൻ പറയും, അടുത്ത ആൾ അതിന്റെ തിരിച്ചുള്ള ഒരു ഒപ്പീനിയൻ പറയും. പക്ഷെ ഇത് രണ്ടും കറക്റ്റ് ആവണം നിർബന്ധമില്ല. പക്ഷെ നമ്മൾ സംസാരിച്ച് വരുമ്പോൾ ഒരു പ്രോപ്പർ ഒരു സൊല്യൂഷൻ കിട്ടും. അതിനെ നമ്മൾ വേറൊരു രീതിയിൽ കാണും. ഓക്കെ, ഞാൻ പറഞ്ഞതും കുറച്ച് ശരിയായിരുന്നു, നമിത പറഞ്ഞതും കുറച്ച് ശരിയായിരുന്നു, പക്ഷെ ഒരു ബെറ്റർ ശരി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സംസാരിച്ച ഒരു സൊല്യൂഷൻ കിട്ടി, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഡയലോഗുകളിലൂടെ അല്ലെങ്കിൽ ഡയലക്റ്റിക്കുകളിലൂടെ, ഡയലോഗ് എന്നോ അതല്ലെങ്കിൽ നമ്മൾ ഡയലോഗ് എന്ന് ഞാൻ എക്സാമ്പിൾ പറയുന്നതാണ്, ഡയലോഗ് അല്ലാതെ ഏതൊരു സംഭവത്തിന്റെയും ഒരു തുടക്കവും അവസാനവും വെച്ച് പതിയെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, അവസാനം വരെയും ഒരു സൊല്യൂഷനിലേക്കോ അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റിലേക്കോ എത്തിക്കാൻ പറ്റും. അതിനാണ് ഡയലക്റ്റിക് എന്ന് പറയുന്നത്. ഒരാൾ ഒരു ഡയലോഗ് പറയുന്നു, അതിനെ തീസിസ് എന്ന് പറയും. തീസിസ്, ഒരാൾ ഒരു ഐഡിയ പറയുന്നു, അതിനെ തീസിസ് എന്ന് പറയാം. ആന്റി തീസിസ്, മറ്റേ ആൾ ഒപ്പോസിംഗ് ആയിട്ടുള്ള വ്യൂ പറയും. ഇപ്പൊ ഞാൻ ഇവിടെ ഉദാഹരണം പറഞ്ഞു, ഞാനൊരു ഒപ്പീനിയൻ പറഞ്ഞു, നമിത വേറൊരു ഒപ്പീനിയൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ ഒപ്പീനിയൻ തീസിസ് എന്നും നമിത പറഞ്ഞ ഒപ്പോസിംഗ് ആയിട്ടുള്ള ഒപ്പീനിയൻ ആന്റി തീസിസ് എന്നും ഏറ്റവും അവസാനം ഒരു നല്ലൊരു സൊല്യൂഷൻ കിട്ടി, അതിനെ സിന്തസിസ് എന്ന് പറയപ്പെടും. ഏറ്റവും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ കിട്ടി, അതിനെ സിന്തസിസ് അല്ലെങ്കിൽ ന്യൂ ഐഡിയ, ഒരു സിന്തസിസ് എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടും. ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും, പ്രോഗ്രസ് ആയി വീണ്ടും അടുത്ത ഒരു തീസിസ്, അടുത്തൊരു അങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പല വിഷയങ്ങളും സമൂഹത്തിൽ നടക്കാറുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടെ ചേർത്ത് ഈ ഡയലക്റ്റിക്, ഇങ്ങനെ തീസിസ്, ആന്റി തീസിസ്, സിന്തസിസ്, ഇങ്ങനെ പ്രോഗ്രസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നതാണ് ഡയലക്റ്റിക്കൽ മെത്തേഡ്. അത് ആദ്യമായിട്ട് നന്നായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന, പൊളിറ്റിക്കൽ തോട്ടിൽ ആദ്യമായിട്ട് നന്നായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന, ഒരു പ്രോപ്പർ അറേഞ്ച്മെന്റിൽ ഒരു അപ്രോച്ച് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ആളാണ് ഹെഗൽ. ഹെഗലിന്റെ ഡയലക്റ്റിക്കൽ ഡയലക്റ്റിക്കൽ ഐഡിയലിസം. എന്താണ് ഐഡിയ എന്നുള്ള വോയിസ് കേൾക്കാമോ? വോയിസ് കേൾക്കാമോ? ഓക്കെ, സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ജർമ്മൻ ഫിലോസഫർ ആണ് ഹെഗൽ. ജർമ്മനിയിൽ തന്നെയാണ് ആരും ഉണ്ടായിരുന്നത്, മാർക്സ് എന്ന് പറയുന്ന ആള്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മാർക്സ് എന്ന് പറയുന്ന ആള് ജർമ്മനിയിൽ തന്നെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അവിടെ തന്നെയാണ് ഉണ്ടത്. ഒരേ ഇതിലുണ്ടായിരുന്നിട്ടും മാർക്സ് എന്ന് പറയുന്ന ആള് ഹെഗലിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്, അതായത് മാർക്സ് പല രീതിയും എഴുതിയിരിക്കുന്ന ഹെഗലിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഡയലക്റ്റിക്കൽ. അതിൽ ഹെഗൽ പറഞ്ഞ സാധനമാണ് ഡയലക്റ്റിക്കൽ ഐഡിയലിസത്തെ കുറിച്ച് സംസാരിക്കാം. പക്ഷെ ഡയലക്റ്റിക്കൽ എന്താണെന്ന് മനസ്സിലായോ? തീസിസ്, ആന്റി തീസിസ്, സിന്തസിസ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് മനസ്സിലായോ? ഒരു ഒപ്പീനിയൻ പറയുന്നു, അതിന്റെ ഒപ്പോസിംഗ് ഒപ്പീനിയൻ പറയുന്നു, ഏറ്റവും നല്ലൊരു സൊല്യൂഷനിലേക്ക് എത്തുന്നു, വീണ്ടും അതിങ്ങനെ പ്രോഗ്രസീവ് ആയിട്ട് ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടേ ഇങ്ങനെ പോകും. ഇങ്ങനെ സൊസൈറ്റിയിൽ ഇങ്ങനെ കാര്യങ്ങൾ പൊക്കോണ്ടേയിരിക്കും. ഇതുവരെ മനസ്സിലായോ? ഡയലക്റ്റിക്കൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? ഐഡിയലിസം അവിടെ നിൽക്കട്ടെ, ഡയലക്റ്റിക്കൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ?
വോയിസ് ബ്രേക്ക് ഇല്ലല്ലോ. ഡയലക്റ്റിക്കൽ കൺസെപ്റ്റ് മനസ്സിലായോ? ഒന്നുകൂടെ പറയണം. ഓക്കെ, ഒന്നുകൂടെ പറയണം. ഓക്കെ, ഉദാഹരണം നമ്മൾ ഹെഗൽ എന്ന് പറയുന്ന ആള് ഐഡിയലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. ഇത് ഞാൻ എന്താണെന്ന് പറയാം, ഇതവിടെ നിൽക്കട്ടെ. ഇത് അതിലേക്ക് ഇപ്പം ഐഡിയലിസം എന്നാണ് ഹെഗലിന്റെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിന്റെ പേര് ഐഡിയലിസം എന്നാണ്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിനു മുമ്പ് ഹെഗലിന്റെ ഫുൾ കൺസെപ്റ്റിന്റെ പേര് ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നാണ്. ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നാണ് ഫുൾ കൺസെപ്റ്റിന്റെ പേര്. പക്ഷെ എന്താണ് ഡയലക്റ്റിക്സ്? നിങ്ങൾ മാർക്സ് പഠിക്കുമ്പോൾ ഡയലക്റ്റിക്സും കേട്ടിട്ടുണ്ടാവും. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ആണ് മാർക്സ് പറയുന്നത് എന്ന് കേട്ടിട്ടുണ്ടോ? ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ആണ് മാർക്സ് പറയുന്നത് എന്ന് കേട്ടിട്ടുണ്ടോ? എല്ലാരും പറയും. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ആണ് മാർക്സ് പറയുന്നത് എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അതിലെ ഡയലക്റ്റിക്കൽ ആണ് മാർക്സ് കടമെടുത്തിരിക്കുന്നത്. മാർക്സ് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന മാർക്സിന്റെ സ്വന്തം ഐഡിയ അല്ല. ഈ ഡയലക്റ്റിക്കൽ എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നിരിക്കുന്നത് ഹെഗലാണ്. അതാണ് നമ്മളിപ്പം ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതാണ്. അതായത് ഈ ഡയലക്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ ഉണ്ട് ഡയലക്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുക, ഓപ്പോസിംഗ് ആയിട്ട് വേറൊരു അഭിപ്രായം പറയുക, അങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കുക. ഡയലക്ട് എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. പക്ഷെ ഇവിടെ നമ്മളൊരു തീസിസ് പറഞ്ഞു. ഒരു തീസിസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ഐഡിയ. ഇപ്പൊ ആദിൽ ഷാ എന്ന വ്യക്തി ഒരു പുതിയ ഐഡിയ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന നമിത എന്ന വ്യക്തി പറഞ്ഞു ഇത് ശരിയല്ല, ഇത് ഒപ്പോസിംഗ് ആയിട്ട് കുറച്ച് വ്യൂ പോയിന്റ്സ് ഉണ്ട്, ഞാൻ അത് പറഞ്ഞു. അപ്പൊ അത് കോൺട്രാഡിക്ഷനെയാണ്. അതിനെ ആന്റി തീസിസ് എന്ന് പറയും. ഈ തീസിസിനെ എതിർത്തുകൊണ്ടോ ഒപ്പോസിംഗ് ആയിട്ടൊക്കെ പറയുന്ന ഒപ്പീനിയൻസിനെ അല്ലെങ്കിൽ ആ ഒരു തീസിസിനെ അല്ലെങ്കിൽ ആ തിയറിയെ നമ്മൾ പറയുന്നത് ആന്റി തീസിസ് എന്നാണ്. പക്ഷെ നമ്മൾ രണ്ടും സംസാരിച്ച് കോൺട്രാഡിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് രണ്ടും സംസാരിച്ച് നമുക്കൊരു ബെറ്റർ സൊല്യൂഷൻ കിട്ടി, ഒരു റെസൊല്യൂഷൻ കിട്ടി. അതാണ് സിന്തസിസ്. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കും. ഒരാൾ ഒരു ഇനിഷ്യൽ ഐഡിയ കൊണ്ടുവരും, ആ ഇനിഷ്യൽ ഐഡിയക്ക് ഒരു ഒപ്പോസിംഗ് സംഭവങ്ങൾ ഉണ്ടാവും. അതിനെങ്ങനെ ഇത് പൊക്കോണ്ടേയിരിക്കും. അതിനെ പറയുന്ന പേരാണ് ഡയലക്റ്റിക്കൽ. ഇതിങ്ങനെ പ്രോഗ്രസ് ആയിട്ട് ഇങ്ങനെ കാലാകാലം പൊക്കോണ്ടേയിരിക്കും. ആ ഐഡിയയെ പറയുന്ന പേരാണ് ഡയലക്റ്റിക്കൽ. അത് മനസ്സിലായോ? ഡയലക്റ്റിക്കൽ ഒരാളെന്നല്ലെങ്കിൽ ഒരു വ്യക്തി, അതല്ലെങ്കിൽ ഒരു സമൂഹം, ഏതായാലും ഇങ്ങനെ തീസിസ്, ആന്റി തീസിസ്, സിന്തസിസ് ഉണ്ടായിക്കൊണ്ട് പൊക്കോണ്ടേയിരിക്കും. അത് മനസ്സിലായോ? ഞാൻ ഈ വേഗത അറേഞ്ച് ചെയ്യാനാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ മനസ്സിലായെന്ന് ചോദിക്കുന്നത്. മനസ്സിലായില്ല എങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലായില്ല എന്ന് തന്നെ പറയണം. ഞാൻ കുറച്ചും കൂടെ താന്ന കാര്യങ്ങൾ പറയും. മനസ്സിലായില്ല എന്ന് പെട്ടെന്ന് പറയണം. നേരത്തെ ഒന്നുകൂടെ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഒന്നുകൂടെ ഓക്കെ, ഒരാൾക്ക് മാത്രമാണ് ഒന്നുകൂടെ എന്നുള്ളതാണ്. അയാൾ ലേറ്റ് ആയിട്ട് വന്ന ആളാണെന്ന് തോന്നുന്നു. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഹെഗല് എന്ന് പറയുന്ന ആള് ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് കൊണ്ടുവന്നത്. ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്ന കൺസെപ്റ്റിന്റെ ആളാണ് ഹെഗല്. പക്ഷെ നമ്മൾ ഈ ഡയലക്റ്റിക്കൽ എവിടെയോ കേട്ടിട്ടുണ്ട്. ഡയലക്റ്റിക്കൽ കേട്ടിട്ടുള്ളത് മാർക്സിന്റെ അടുത്താണ്. മാർക്സ് പറഞ്ഞിരിക്കുന്നു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നൊരു വാക്ക് മാർക്സ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു തിയറിയൊക്കെ മാർക്ക് പറയുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്സ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വേൾഡ് ഫേമസ് ആണ്. പക്ഷെ അത് വന്നിരിക്കുന്നത് ഹെഗലിന്റെ കയ്യിൽ നിന്നാണ്. ഹെഗലാണ് പറഞ്ഞത് ഒരു സാധനം ഉണ്ടായാൽ, ഒരു ഇനിഷ്യൽ ഐഡിയ ഉണ്ടായാൽ ആ ഇനിഷ്യൽ ഐഡിയയെ ഒപ്പോസിങ് ചെയ്തുകൊണ്ട് ഒരാൾ വരും. ആ ഒപ്പോസിങ് ഇത് രണ്ടും സംസാരിച്ച് ഇത് രണ്ടും കോംപ്രമൈസ് അല്ലെങ്കിൽ ഇത് രണ്ടും നല്ല ടോക്കുകളൊക്കെ നടക്കുമ്പോൾ ഒരു നല്ല റെസൊല്യൂഷൻ കിട്ടും. അതിനെ നമ്മൾ സിന്തസിസ് എന്ന് പറയും. ഇപ്പൊ തീസിസ്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആന്റി തീസിസ്, പിന്നെ നല്ല ഒരു ഇത് രണ്ടും കൂടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടും കൂടെ നോക്കുമ്പോൾ നല്ലൊരു സൊല്യൂഷൻ കിട്ടും. അതിനെ സിന്തസിസ് എന്ന് പറയും. സിന്തസിസ്. പിന്നെ ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും, പ്രോഗ്രസ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇതിങ്ങനെ സമൂഹത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ലൂപ്പ് പോലെ ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇതിങ്ങനെ ഓരോ പ്രാവശ്യവും സമൂഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇതിനാണ് നമ്മൾ ഡയലക്റ്റിക്കൽ എന്ന് പറയുന്നത്. ഇനി ഡയലക്റ്റിക്കൽ ഐഡിയലിസം ആണ് പറയേണ്ടത്. പക്ഷെ ഡയലക്റ്റിക്കൽ മനസ്സിലായോ? ബാക്കി ആരും പറയണ്ട, ഇപ്പൊ ഐശ്വര്യ മാത്രം പറഞ്ഞാൽ. ഡയലക്റ്റിക്കൽ ഓക്കെ. ഇനി ഡയലക്റ്റിക്കൽ ഐഡിയലിസം ഉണ്ട്. ഐഡിയലിസം ഈ ഐഡിയ എന്ന് പറയുന്നത് നോക്കിക്കോണം. നമ്മളൊരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ യു എൻ ഒ ഒരു എക്സാമ്പിൾ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ഐഡിയ പർപ്പസ് എന്താണ്? പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് ദ വാർ ആണ്, അല്ലെ? പ്രിവെന്റ് ദ വാർ അല്ലെങ്കിൽ പീസ് ആണ്. പീസ് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ വാർ ഇല്ലാണ്ടിരിക്കുക.
മെയിൻറ്റെയിനിങ് പീസോ വാറോ ഇല്ലാണ്ടിരിക്കുക, പ്രിവെന്റിങ് വാറോ അതല്ലെങ്കിൽ പീസോ മെയിൻറ്റെയിനിങ് പീസോ ആണ് അതിന്റെ ഒരു ഇത് നമ്മൾ ഇവിടെ ഇരുന്ന ഒരു ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഐഡിയ പറയാം, ഐഡിയ ആയിട്ട് മാത്രം പറയുന്നു. നമുക്ക് പ്രിവെന്റ് ചെയ്യണം, വാർ പ്രിവെന്റ് ചെയ്യണം, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, പ്രിവെന്റ് ചെയ്യണം, പീസ് കീപ്പ് ചെയ്യണം എന്നൊക്കെ ഓരോ രാജ്യത്തിനടുത്ത് ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. പക്ഷെ പ്രാക്ടിക്കൽ സെൻസിൽ ഒന്നും ചെയ്യുന്നില്ല. പ്രാക്ടിക്കൽ സെൻസിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കാലിറ്റി ഇല്ലാതെ ചുമ്മാ ഐഡിയ മാത്രം. അപ്പൊ അതിനെയാണ് പറയുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ ഒരു അബ്സല്യൂട്ട് ഒരു സംഭവം വെച്ചിരിക്കുന്നു UNO എന്ന് പറയുന്നത്. പക്ഷെ ശരിക്കും UNO എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഐഡിയ ആണ്, ഒരു ബെസ്റ്റ് ഐഡിയ ആണ്. പക്ഷെ അത് പ്രാക്ടിക്കാലിറ്റിയിൽ സക്സസ് ആണോ നിലവിൽ? അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ ഇറാൻ വാറൊക്കെ ഇല്ലാണ്ടാകണ്ടേ? പ്രാക്ടിക്കാലിറ്റിയിൽ സക്സസ് ആണോ? UNO ഒരു ബെസ്റ്റ് ഐഡിയ, പക്ഷെ പ്രാക്ടിക്കൽ സെൻസിൽ നോക്കുമ്പോൾ നമുക്ക് വാറിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? UNO യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന് വാറിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ ബെസ്റ്റ് ഐഡിയ അല്ലേ? കാരണം എല്ലാ രാജ്യങ്ങളും ഒരുമിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോം, അതൊരു ബെസ്റ്റ് ഐഡിയ അല്ലേ? എല്ലാ രാജ്യങ്ങളും ഒരുമിച്ചുള്ള ഒരു പ്ലാറ്റ്ഫോം, പക്ഷേ അതിന്റെ പ്രാക്ടിക്കാലിറ്റി ഇല്ല. അപ്പോൾ അതായത് ഈ ഐഡിയ മാത്രം, അതായത് ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, അതിനെ പറയുന്നതാണ് ഐഡിയലിസം. ഐഡിയ മാത്രം സംസാരിക്കുക എന്നുള്ളതാണ് ഐഡിയലിസം. നല്ലതുപോലെ ജീവിക്കുക, നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യുക, ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന കാര്യങ്ങൾ ആകും എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് ഒരു പ്ലാൻ, ഒരു ഉട്ടോപ്യൻ പ്ലാൻ എന്നൊക്കെ പറയുന്നത്, അതാണ് ഐഡിയലിസം. ഡയലക്റ്റിക്കൽ ഐഡിയലിസത്തിന്റെ അല്ലെങ്കിൽ ഫൗണ്ടർ ആണ് ആര്? മോഡേൺ ഐഡിയലിസത്തിന്റെ ഫൗണ്ടർ ആണ് ആര്? ഹെഗൽ. മോഡേൺ ഐഡിയലിസത്തിന്റെ ഫൗണ്ടർ ആണ് ഹെഗൽ. ഹെഗലിന്റെ ഐഡിയയുടെ പേര് ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നാണ്. ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നാണ്. ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ, എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഹെഗലിനെ ആദ്യമേ തന്നെ ഒരു സ്റ്റേറ്റ് വാദിയായിട്ട് മനസ്സിലാക്കണം. ഹെഗലിന്റെ ഏറ്റവും പർപ്പസ്, എല്ലാ തിയറിസ്റ്റുകൾക്കും എല്ലാ തിങ്കേഴ്സിനും ഒരു പർപ്പസ് ഉണ്ടാവും. ഹെഗലിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹെഗൽ ഒരു സ്റ്റേറ്റിസ്റ്റ് ആണ്, സ്റ്റേറ്റ് നിലനിർത്തണം. ഹെഗലിന്റെ പർപ്പസ്, ഹെഗൽ ഒരു സ്റ്റേറ്റിസ്റ്റ് ആണ്, സ്റ്റേറ്റിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് ഹെഗൽ. അപ്പൊ സ്റ്റേറ്റിന് വേണ്ടി വാദിക്കുന്ന ആളാകുമ്പം അയാളുടെ ഏറ്റവും അബ്സല്യൂട്ട് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഐഡിയ ഏതായിരിക്കും? സ്റ്റേറ്റ് ആയിരിക്കൂലേ? സ്റ്റേറ്റ് ആണ് ഏറ്റവും നല്ലത് എന്നൊരു ഐഡിയ ആയിരിക്കില്ല അദ്ദേഹം പറയാ. സ്റ്റേറ്റ് ആയിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആള് സ്റ്റേറ്റ് ആയിരിക്കും എന്നല്ലേ അദ്ദേഹം പറയാ. അങ്ങനെ ആയിരിക്കില്ലേ? പെട്ടെന്ന് അങ്ങനെ ആയിരിക്കോ? സോ ഹെഗൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിസ്റ്റ് വാദിയാണെന്ന് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കി വെച്ചിരിക്കും. എന്നാലേ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാവും, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റും പക്ഷെ മനസ്സിലാക്കാൻ എളുപ്പം. അദ്ദേഹത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനെ അംഗീകരിക്കുക, സ്റ്റേറ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ സ്റ്റേറ്റിനാണ് ഏറ്റവും അബ്സല്യൂട്ട് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം പറയാണ്, ഹെഗൽ പറയാണ്, ഇവിടെ എന്തുണ്ട്? സിവിൽ സൊസൈറ്റി ഉണ്ട്, ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ ഫാമിലി ഉണ്ട്. ഒരു സൊസൈറ്റിയിൽ ഫാമിലി ഉണ്ടാവും, ഇൻഡിവിജ്വൽ ഉണ്ടാവും, അതുപോലെ സിവിൽ സൊസൈറ്റീസ് ഉണ്ടാവും, പിന്നെ സ്റ്റേറ്റ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. പക്ഷെ ഇതിലെല്ലാത്തിലും ഓരോരോ കുഴപ്പങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. ഇതാണ് ഹെഗൽ തെളിയിക്കാൻ പോകുന്നത്. ഇതാണ് ഹെഗലിന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഡയലക്റ്റിക്കൽ ഐഡിയലിസം എന്നാണ് തിയറിയുടെ പേര്. ഡയലക്റ്റിക്കൽ മെത്തേഡ് തന്നെ എങ്ങനെയാണ്? ഓരോ കോൺട്രാഡിക്ടറീസ് ഉണ്ടാവും, ഓരോ ഒപ്പോസിങ് ഐഡിയാസ്, ഇങ്ങനെ ഓരോ ഐഡിയാസിനിടയിലും ഒപ്പോസിങ് ആയിട്ടുള്ള കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവും. ഈ ഐഡിയാസ് പോയി ഏറ്റവും ലാസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പോർഷനിലെത്തും. ആ സ്റ്റേറ്റ് ആണ് ഏറ്റവും അബ്സല്യൂട്ട് ഐഡിയ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഈ ഐഡിയ ആണ് ഇനി പറയാൻ പോകുന്നത്. അബ്സല്യൂട്ട് ഐഡിയ അതല്ലെങ്കിൽ ഗ്രേറ്റർ ഐഡിയ എന്ന് ഹെഗൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റിനെ കുറിച്ചാണ്. അങ്ങനെ ഹെഗൽ പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ഹെഗൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്ന ഹിസ്റ്ററി. ഹെഗലിനെ സംബന്ധിച്ച് ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്ററി, ഓരോ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കിയാൽ, ഒരു രാജ്യത്തിന്റെ, ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നല്ല അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാരും വിവരമുള്ള ആൾക്കാരും ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റേറ്റ് ആയിരിക്കാം, സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഹിസ്റ്ററിയെ നോക്കി വേണം നമ്മൾ പ്രോസസ്സുകൾ, ഡെവലപ്പിംഗ് ആയിട്ടുള്ള പ്രോസസ്സ് അനാലിസിസ് ചെയ്യാൻ. നമ്മൾ പഴയ ഹിസ്റ്ററി നോക്കുക,
പഴയ ഹിസ്റ്ററിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും കാത്തു സൂക്ഷിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറയുന്ന എന്താണ് ഹിസ്റ്ററി നോക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റ് ആര് പറയുന്നുണ്ട്? ഹെഗൽ പറയുന്നത്. ഹിസ്റ്ററി നോക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റ് ഹെഗൽ പറയുന്നുണ്ട്. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹെഗലിന്റെ അബ്സല്യൂട്ട് ഐഡിയ ഏതാണ്? ഹെഗലിന്റെ അബ്സല്യൂട്ട് ഐഡിയ ഏതാണ്? ഹെഗലിന്റെ അബ്സല്യൂട്ട് ഐഡിയ ഏതാണ്? അബ്സല്യൂട്ട് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? ഹെഗലിന്റെ അബ്സല്യൂട്ട് ഐഡിയ അതല്ലെങ്കിൽ അബ്സല്യൂട്ട് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ ഹെഗൽ എന്തും ചെയ്യുമല്ലോ. സ്റ്റേറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ ഹെഗൽ എന്തും ചെയ്യുമല്ലോ. അപ്പൊ അതാണ് ഇനി പറയാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഫാമിലി ഉണ്ട്, ഇൻഡിവിജ്വൽ ഉണ്ട്, ഫാമിലി ഉണ്ട്, സിവിൽ സൊസൈറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് ഇതിനെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ചോദിക്കാം. ഇൻഡിവിജ്വൽ, ആദ്യം ഇൻഡിവിജ്വൽ, ഒരു സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽ ഉണ്ട്. ഇൻഡിവിജ്വലിനെ അദ്ദേഹം വിളിച്ചിരിക്കുന്ന പേര് പർട്ടിക്കുലർ ഈഗോയിസം എന്നാണ്. പർട്ടിക്കുലർ ഈഗോയിസം, ഈഗോ തന്നെ ഒരു നെഗറ്റിവിറ്റി നിറഞ്ഞ വേർഡാണ്. ഈഗോ എന്ന് പറയുന്നത് തന്നെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു വേർഡാണ്. അപ്പൊ പർട്ടിക്കുലർ ഈഗോയിസം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും കറക്റ്റ് ആവത്തില്ല. ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ആളിന് ഒരു സെൽഫിഷ്നെസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ പർട്ടിക്കുലർ ഈഗോയിസം ആയിട്ടാണ് അദ്ദേഹം അതിനെ ഇതാക്കി. ഇനി ഫാമിലി, അപ്പൊ ഫാമിലി പെർഫെക്റ്റ് ആവോ? അപ്പൊ ഇൻഡിവിജ്വൽ ഉണ്ടല്ലോ, ഇൻഡിവിജ്വൽ കുറച്ച് ഒരുമിച്ചിരിക്കുമ്പോൾ ഫാമിലി ആയി. അപ്പൊ ഫാമിലി എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പർട്ടിക്കുലർ ഓൾട്രൂയിസം കുറച്ച് നല്ല തീസിസ് ആണ്, പക്ഷെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള തീസിസ് അല്ല. നമ്മൾ നേരത്തെ തീസിസ് ആന്റി തീസിസ് എന്ന് പറഞ്ഞു, അതാണ് പറയുന്നത്. അപ്പൊ ഫാമിലി എന്ന് പറയുന്നത് പർട്ടിക്കുലർ ഓൾട്രൂയിസം എന്നാണ് അറിയപ്പെടുന്നത്. പർട്ടിക്കുലർ ഓൾട്രൂയിസം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീസിസ്, ആന്റി തീസിസ്, സിന്തസിസ്, 3 സാധനം. തീസിസ്, ആന്റി തീസിസ്, സിന്തസിസ് എന്ന 3 സാധനം ഞാൻ ആദ്യം പഠിപ്പിച്ചു. അതിൽ ഓരോന്നിനും പേര് കൊടുക്കുകയാണ്. തീസിസ് എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ നല്ലതാണ്, ഒരു നല്ല ഐഡിയ ആണ് ഫാമിലി, നല്ല ഐഡിയ ആണ്. പക്ഷെ ഒരു പെർഫെക്റ്റ് ഐഡിയ അല്ല. കാര്യം എന്താ? ഫാമിലിയെക്കാളും ബെറ്റർ ആയിട്ട് ഒരു ഒപ്പോസിംഗ് ഐഡിയ എന്ന് പറയുന്നത് സിവിൽ സൊസൈറ്റിയാണ്. സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി കഴിയുന്നു, ഫാമിലി കഴിഞ്ഞിട്ട് ഗവൺമെന്റിന് മുമ്പ് ഒരു ഇതുണ്ട്, സിവിൽ സൊസൈറ്റി, നിങ്ങളുടെ സൊസൈറ്റി. അത് ആന്റി തീസിസ്, അതിനെ യൂണിവേഴ്സൽ ഈഗോയിസം എന്നറിയപ്പെടും. യൂണിവേഴ്സൽ ഈഗോയിസം. അപ്പൊ ഒന്ന് നോക്കിയാല് പർട്ടിക്കുലർ ഈഗോയിസം, പർട്ടിക്കുലർ ഓൾട്രൂയിസം, യൂണിവേഴ്സൽ ഈഗോയിസം. ഇപ്പൊ 3 സ്റ്റേജ് ആയി. 3 സ്റ്റേജ് ആകുമ്പോഴും പ്രശ്നം എന്താ? ഇതൊരു ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻ ആയില്ല, ബെറ്റർ ആയിട്ടുള്ള സിന്തസിസ് ആയിട്ട് മാറിയില്ല. അപ്പൊ ഇവിടെ ഉള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ, ഏറ്റവും ബെറ്റർ ആയിട്ട് യൂണിവേഴ്സൽ ആൾട്രൂയിസം, ലോകത്തെ എല്ലാ ആൾക്കാർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഏറ്റവും ടോപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് ഐഡിയ ആണ് സ്റ്റേറ്റ്. അപ്പൊ ആ സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെ എന്താ പ്രശ്നം? ഇൻഡിവിജ്വൽ എന്താ പ്രശ്നം? സെൽഫിഷ്നെസ് ഒരു പ്രശ്നമാണ്. ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് പേഴ്സണൽ ഡിസയറുകൾ നമ്മൾ സാക്രിഫൈസ് ചെയ്യുമെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി മാത്രമേ സാക്രിഫൈസ് ചെയ്യും. അപ്പം ബാക്കി കുറെ ആൾക്കാർക്ക് അവിടെ പ്രശ്നം സംഭവിക്കും. ഇനി സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പല സമയങ്ങളിലും സിവിൽ സൊസൈറ്റി മെറ്റീരിയൽ നീഡ്സിന് വേണ്ടിയായിരിക്കും. പലപ്പോഴും ഇൻഡിവിജ്വൽ മെറ്റീരിയൽ നീഡ്സ് ഉപേക്ഷിച്ചിട്ടൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ അവിടെയും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. അതുപോലെ അങ്ങനെയുള്ള സെൽഫിഷ്നെസ് ഉള്ള കാര്യങ്ങളും സിവിൽ സൊസൈറ്റീസിൽ ഉണ്ടാവും. പക്ഷെ സ്റ്റേറ്റിലേക്ക് എടുത്താൽ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആൾക്കാരാണ്. സെൽഫ് ഇൻട്രസ്റ്റുകളെയും മാനിക്കും, അതുപോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളെ മാനിക്കും. അതുപോലെ ഒരു സൊസൈറ്റിക്ക് എന്താണ് നല്ലത്, ഗുഡ് ഫോർ ഹോൾ കമ്മ്യൂണിറ്റി, ഒരു സൊസൈറ്റിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അറിയാവുന്ന ഒരേ ഒരാൾ സ്റ്റേറ്റ് ആണ്. ഇതൊക്കെ എന്തിനാ പറയുന്നത്? ചുമ്മാ ഒരു കള്ളം പറഞ്ഞു ഫലിപ്പിക്കുകയാണ്. സ്റ്റേറ്റ് ആണ് ഏറ്റവും കിടിലം, സ്റ്റേറ്റ് ആണ് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഐഡിയ. അന്നത്തെ ജനങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇവിടെ കുറെ പ്രശ്നങ്ങളില്ലേ, ജർമ്മനിയിൽ ഒരുപാട് പ്രശ്നങ്ങളില്ലേ, ജർമ്മനിയുടെ ഈ സമയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ജർമ്മനി കുറെ ഈ 1830 സമയങ്ങളിലാണ്. അപ്പം അവിടെ കുറെ രാജവംശങ്ങളായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പം ജനങ്ങളോട് ഹെഗല് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സെൻസ് ഉണ്ട്, ഫാമിലി സെൻസ് ഉണ്ട്, സിവിൽ സൊസൈറ്റി സെൻസ് ഉണ്ട്. ഈ സെൻസ് എല്ലാം തീസിസും ആന്റി തീസിസും അടങ്ങിയതാണ്. നിങ്ങളൊരു സിന്തസിസിലേക്ക് വരണം. ആ സിന്തസിസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഐഡിയ. ഈ അബ്സല്യൂട്ട് ഐഡിയ നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങളുടെ സമൂഹത്തിന് നല്ല പോലെ ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. ഉദാഹരണം, ഹെഗല് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിസ്റ്റ് ആയതുകൊണ്ട് ഈ സ്റ്റേറ്റിനെ എങ്ങനെയെങ്കിലും നിലനിർത്തണം എന്നതുകൊണ്ട് ഹെഗല് പറഞ്ഞൊരു ഐഡിയ ആയിട്ട് ചിന്തിച്ചാൽ മതി. ഹെഗല് ഇങ്ങനെ സ്റ്റേറ്റിനെ നിലനിർത്താൻ വേണ്ടി ഹെഗല് കാണിക്കുന്ന ഒരു ഐഡിയ ആണ് ഡയലക്റ്റിക്കൽ ഐഡിയലിസം. ഇതിന്റെ പ്രാക്ടിക്കൽ സെൻസ് ഒന്നും ആര് പറയുന്നില്ല? ഹെഗല് പറയുന്നില്ല. ജസ്റ്റ് എന്താണ്, 3 തീസിസ്, ഒരു തീസിസ്, ഒരു ആന്റി തീസിസ്, ഒരു സിന്തസിസ് ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിന്തസിസ് ആണ്. ഈ രണ്ടും കൂടെ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സിന്തസിസിലേക്ക് എത്തും. സിന്തസിസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. ആ സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് നല്ല
കമ്മ്യൂണിറ്റിയെ കിട്ടും, നല്ല കമ്മ്യൂണിറ്റി ഉണ്ടാവും, നല്ല വെൽഫെയർ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും കിട്ടും എന്നതാണ് ഹെഗൽ പറയുന്നത്. ഇതുവരെ മനസ്സിലായി? ഈ കഥ മനസ്സിലായി? ഒരു കഥ പോലെ ആലോചിക്കാം. ഇതുവരെ ഓക്കെയാണ്? ഹെഗലിന്റെ ഐഡിയയുടെ പേര് ഡയലക്റ്റിക്കൽ ഐഡിയലിസം. ഹെഗൽ പറയുന്ന ഇതെന്ന് പറഞ്ഞാൽ ഓരോ സിന്തസിസും, ഓരോ തീസിസ്, ആന്റി തീസിസ്, സിന്തസിസ്, ഇതിന്റെ ഏറ്റവും അബ്സല്യൂട്ട് കോൺഷ്യസ്നസ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഐഡിയ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് നല്ല സിവിൽ സൊസൈറ്റി ഉണ്ടാവും, നല്ല ഫാമിലി ഉണ്ടാവും, നല്ല ഇൻഡിവിജ്വൽ സെറ്റപ്പ് ഉണ്ടാവും. ഇതിനെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഉണ്ടാവും. സ്റ്റേറ്റ് ചെയ്യുന്നതെല്ലാം നല്ലതായിരിക്കും. മനസ്സിലായോ? ഒറ്റ വാക്ക് ഹെഗലിൽ പഠിക്കേണ്ടതുള്ളൂ. ഹെഗൽ ഒരു സ്റ്റേറ്റിസ്റ്റ് ആണ് എന്ന് പഠിച്ചാൽ ബാക്കി എല്ലാം കത്തും. ഹെഗൽ ഒരു സ്റ്റേറ്റിസ്റ്റ് ആണ് എന്ന് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചാൽ ബാക്കി എല്ലാം കത്തും. ഓക്കെ, അപ്പൊ ഹെഗലിന്റെ ഇതുവരെയുള്ള കാര്യങ്ങളായി. ഈ കഥ അറിയാമെങ്കിൽ ബാക്കി എല്ലാം മനസ്സിലാവും. ഹെഗലിന്റെ ഈ കഥ അറിയാമെങ്കിൽ എല്ലാം മനസ്സിലാവും. ഓക്കെ, ഇനി ഹെഗൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുക ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഹെഗലിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആയിരിക്കും. ഹെഗൽ പറഞ്ഞിട്ടുണ്ട് റേഷണൽ ഈസ് റിയൽ ആൻഡ് റിയൽ ഈസ് റേഷണൽ. റേഷണൽ ഈസ് റിയൽ, റിയൽ ഈസ് റേഷണൽ. റേഷണൽ ഈസ് റിയൽ, റിയൽ ഈസ് റേഷണൽ. അതെന്താ പറയുന്നത്? വേൾഡ് ഈസ് അക്കോർഡിംഗ് ടു റീസൺ. വാട്ട് എവർ എക്സിസ്റ്റ് ഇൻ ദ വേൾഡ് അക്കോർഡിംഗ് ടു റീസൺ, വാട്ട് എവർ ഈസ് അക്കോർഡിംഗ് ടു റീസൺ എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലോകത്ത് നിലനിൽക്കുന്നതെല്ലാം ഒരു റീസണിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്നതാണ്. ഈ ലോകത്ത് നിലനിൽക്കുന്നതെല്ലാം ഒരു റീസണിന്റെ അടിസ്ഥാനത്തിൽ. റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കാരണമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു വിവേകം, ഒരു ബുദ്ധി, ഒരു റേഷണാലിറ്റി വെച്ചിട്ടാണ് നിൽക്കുന്നത്. അതല്ലെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം, ഇവിടെ നിലനിൽക്കുന്ന ഏതൊരു സാധനമായാലും അതിനൊരു റീസൺ അല്ലെങ്കിൽ ഒരു വിവേക ബുദ്ധിയോട് കൂടി, അതല്ലെങ്കിൽ ഒരു പ്രത്യേക പർപ്പസ് ഉണ്ടാവും. എല്ലാത്തിനും ഒരു പ്രത്യേക പർപ്പസും ഒരു വിവേക ബുദ്ധിയും ഒരു വിവേകത്തോടു കൂടിയായിരിക്കും അതിവിടെ നിൽക്കുക. ഇപ്പൊ സ്റ്റേറ്റ് ഇവിടെ ഉണ്ട് എങ്കിൽ, വർഷാവർഷമായിട്ട് അല്ലെങ്കിൽ കാലാകാലമായിട്ട് സ്റ്റേറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് റേഷണൽ ആണ്, നല്ല ബുദ്ധിയും വിവരവും ഉള്ള ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഉള്ള ഒരു സാധനം റിയലുമായിരിക്കും. അതായത് സ്റ്റേറ്റ് ഈസ് റിയൽ, സ്റ്റേറ്റ് ഈസ് റേഷണൽ, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് റിയൽ ആണ്, സ്റ്റേറ്റ് റേഷണൽ ആണ്. റേഷണൽ ഈസ് റിയൽ, റിയൽ ഈസ് റേഷണൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ ഹെഗൽ പറയുന്ന വേർഡാണ്. റേഷണൽ ഈസ് റിയൽ, റിയൽ ഈസ് റേഷണൽ. ഇവിടെ എന്താണോ നിലനിൽക്കുന്നത് അത് റീസണോട് കൂടി നിലനിൽക്കുന്നതാണ്. ഇനി എന്തൊക്കെ നിലനിൽക്കുന്നുണ്ടോ അത് റേഷണൽ ആണ്. അതായത് സ്റ്റേറ്റ് റേഷണൽ ആണ്, റിയലും ആണ്. മനസ്സിലായോ? സ്റ്റേറ്റ് റാഷണലും ആണ്, റിയലും ആണ്. ഒരു ബുദ്ധി വിവേകമുള്ള ആൾക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ ഇനി എന്തൊക്കെ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ അതെല്ലാം റിയലുമാണ്. റിയലായ കാര്യങ്ങൾ മാത്രമേ റേഷണലായിട്ട് നിലനിൽക്കൂ. കാര്യം മനസ്സിലായോ? സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് അബ്സല്യൂട്ട് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക ഒരു ഇതായിട്ട് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചു പഠിക്കേണ്ടത് എന്താണ്? ഈ ഒരു ഇത് വന്നാൽ ഇതിന് സ്റ്റേറ്റിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് റേഷണൽ ആണ്, സ്റ്റേറ്റ് റിയൽ ആണ്. ഇവിടെ വേണമെങ്കിൽ സ്റ്റേറ്റ് എന്നാക്കിയാലും മതി. സ്റ്റേറ്റിനെ കുറിച്ചാണ്. സ്റ്റേറ്റ് ആണ് റേഷണൽ. ഇവിടെ നിലനിൽക്കുന്ന ഒരു സാധനം സ്റ്റേറ്റ് ആണ്, അത് റേഷണൽ ആണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിലനിൽക്കുന്നതുണ്ടെങ്കിൽ അത് റിയലും ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതാണ് ആ ഒരു റിയൽ ഈസ് റേഷണൽ, റേഷണൽ ഈസ് റിയൽ. അല്ലാതെ ഇതെടുത്ത് വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഓക്കെ, ഇനി ഇവിടെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ കോൺഷ്യസ്നസ്, സെൽഫ് കോൺഷ്യസ്നസ്, റീസൺ, സ്പിരിറ്റ്. റീസൺ, സ്പിരിറ്റ്. ഇതേ കഥ തന്നെ ഒന്ന് തിരിച്ച് ആലോചിച്ചു. ഇതേ കഥ തന്നെ ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ പറയുന്ന പേരാണ് സിമ്പിൾ കോൺഷ്യസ്നസ്. ഒരു ഹ്യൂമൻ സാധാരണ രീതിയിൽ ആലോചിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഹ്യൂമൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇനിഷ്യൽ ആയിട്ടുള്ള ആദ്യമായിട്ട് ആലോചിക്കുന്ന ഒരു കോൺഷ്യസ്നസ് ആണ്. ഇപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, എന്താണ് ഇവിടെ എനിക്ക് നല്ലതുപോലെ ജീവിക്കാനുള്ള സമ്പാദ്യം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് വെച്ച് ജീവിച്ചോളാം, എനിക്ക് സ്റ്റേറ്റ് വേണ്ട. അതെന്റെ സിമ്പിൾ കോൺഷ്യസ്നസ് ആണ്. എനിക്ക് സമ്പാദ്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് സ്റ്റേറ്റ് വേണമെന്നില്ല. അതെന്റെ സിമ്പിൾ കോൺഷ്യസ്നസ് ആണ്. ഇനി സെൽഫ് കോൺഷ്യസ്നസ് ഉണ്ട്. സെൽഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ എനിക്ക് സമ്പാദ്യം ഉണ്ട് എങ്കിലും എനിക്കൊരു പ്രശ്നം വന്നാൽ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് നോക്കും. സൊസൈറ്റി ഉണ്ട്, ഇതും സെപ്പറേറ്റ് ചെയ്ത് നോക്കും. അതിനെ സെൽഫ് കോൺഷ്യസ്നസ് എന്ന് പറയും. ഇപ്പൊ 2 തരം കോൺഷ്യസ്നസ് ഉണ്ട്, സിമ്പിൾ കോൺഷ്യസ്നസ്, സെൽഫ് കോൺഷ്യസ്നസ്. ഇനി റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം ചിന്തിച്ചു കൂട്ടിയിട്ട് നമ്മൾ ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കാം. ഈ റേഷണൽ തിങ്കിങ് വെച്ചിട്ട് ലോകത്തെ അളക്കും. ലോകത്തെ ഈ സൊസൈറ്റിയൊക്കെ അളന്നിട്ട് എല്ലാവരും നല്ലവരൊന്നും അല്ല, ഞാൻ ചിരിച്ചു കാണിച്ചാൽ എല്ലാവരും ചിരിച്ചു കാണിക്കുമെങ്കിലും എല്ലാവരുടെയും ഉള്ളിൽ നല്ലതൊന്നും അല്ല. അപ്പൊ നമ്മൾ റേഷണൽ ആയിട്ട് കുറച്ച് ചിന്തിക്കും. ഇനി നമ്മളെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അബ്സല്യൂട്ട്
കോൺഷ്യസ്നസ് ഉണ്ട്, നമുക്കൊരു അബ്സല്യൂട്ട് കോൺഷ്യസ്നസ് ഉണ്ട്. ആ അബ്സല്യൂട്ട് ഹ്യൂമൻ കോൺഷ്യസ്നസ് ബ്രേക്ക് വരുന്നായിരുന്നു, ബ്രേക്ക് ആകുന്നായിരുന്നു. ബ്രേക്ക് വന്നില്ല. ആബിദയുടെ പ്രശ്നമായിരിക്കും തോന്നുന്നു. ബ്രേക്ക് വന്നില്ലല്ലോ. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. ബ്രേക്ക് വന്നെന്ന് ബാക്കിയുള്ളവരൊന്ന് പറയണേ. ബ്രേക്ക് വന്നെങ്കിൽ പറയണേ. ഒരാളില്ല എന്ന് പറയുന്നു. ബ്രേക്ക് ആകുന്നുണ്ട് എന്ന് ഒരാൾ. അത് രണ്ടായിരം. എന്നാ ഒന്നുകൂടെ പറയാം. ഇപ്പൊ കേൾക്കാലോ പറയുന്ന സംസാരിക്കുന്ന കേൾക്കാലോ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന കേൾക്കാലോ. ഓക്കെ ഫൈൻ. സോ സിമ്പിൾ കോൺഷ്യസ്നസ് ഇതേ കഥ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കഥ തന്നെ ഒന്ന് തിരിച്ചിടുകയാണ്. ഇതേ സംഭവം വേറൊരു പെർസ്പെക്റ്റീവിൽ പറയാണ്. ചിലപ്പോൾ ഓർഡർ ചോദിക്കും. സിമ്പിൾ കോൺഷ്യസ്നസ്, സെൽഫ് കോൺഷ്യസ്നസ്, റീസൺ, സ്പിരിറ്റ് തന്നിട്ട് ഏറ്റവും അബ്സല്യൂട്ട് ആയിട്ടുള്ള ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ സ്പിരിറ്റ് ആണ്. ഏറ്റവും അബ്സല്യൂട്ട്. ഇവിടെ സ്റ്റേറ്റ് വരും, സ്പിരിറ്റിലാണ് സ്റ്റേറ്റ് വരും. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതായത് സിമ്പിൾ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ ഒരാൾ ചിന്തിക്കുകയാണ്, ഒരാൾ സിമ്പിൾ ആയിട്ട് ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഒരു ഹ്യൂമൻ എന്തൊക്കെ ചിന്തിക്കാം, അതാണ് സിമ്പിൾ കോൺഷ്യസ്. സെൽഫ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ചിലപ്പം കുറച്ചും കൂടെ സെൽഫിനെ ചിന്തിക്കും, കുറച്ച് സെപ്പറേറ്റ് ആയിട്ട് ചിന്തിക്കും, ഒരു സൊസൈറ്റിയെ കുറിച്ചും ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് സെൽഫ് കോൺഷ്യസ്നസ്. ഇനി റീസൺ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ അവന്റെ റാഷണൽ തിങ്കിങ് വെച്ച് ചിന്തിക്കും. ഇൻഡിവിജ്വൽ അവന്റെ റാഷണൽ തിങ്കിങ് വെച്ചിട്ട് ചിന്തിക്കും. അതാണ് റീസൺ. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂമന്റെ അബ്സല്യൂട്ട് ആയിട്ടുള്ള കോൺഷ്യസ്നസ് ആണ് സ്പിരിറ്റ്. ഇത് എന്തിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഇത് വെറുതെ ഇവിടെ ഒരു സൈക്കോളജി പോലെയാണ് ഹെഗൽ ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, സിമ്പിൾ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതാണ്. ഇപ്പൊ മനുഷ്യൻ ചിന്തിക്കുന്ന എല്ലാം പെർഫെക്റ്റ് ആവത്തില്ല. സെൽഫ് കോൺഷ്യസ്നസ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ സൊസൈറ്റിയെ കൂടെ ഉൾപ്പെടുത്തി ചിന്തിക്കും. ഓക്കെ, ഇത് എന്റെ സൊസൈറ്റി ശരിയാണോ, അല്ലെങ്കിൽ എന്റെ സൊസൈറ്റിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ചിന്തിക്കും. ഇനി റീസൺ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ റാഷണൽ തിങ്കിങ് കൊണ്ട് വിവേക ബുദ്ധി വെച്ച് ചിന്തിച്ച് വേൾഡിനെ കുറിച്ചൊക്കെ ഒരു അനാലിസിസ് ഉണ്ടാക്കി വെക്കും. ഇനി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് അബ്സല്യൂട്ട് കോൺഷ്യസ്നസ് ആണ്. അപ്പൊ ചിലപ്പം ഹ്യൂമൻ കോൺഷ്യസ്നസ് കൊണ്ട് കഴിയില്ല. അവിടെ എന്ത് വേണം? ഒരു അബ്സല്യൂട്ട് ഐഡിയ വേണം. ആ അബ്സല്യൂട്ട് ഐഡിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പിരിറ്റ് എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ സ്റ്റേറ്റിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും അയാൾ ഒരു ഓർഡർ പറഞ്ഞിരിക്കുന്നു. അതാണ് സിമ്പിൾ കോൺഷ്യസ്നസ്, സെൽഫ് കോൺഷ്യസ്നസ്, റീസൺ, സ്പിരിറ്റ്. വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇൻഡിവിജ്വൽ എന്നും, ഇതിനെ നമുക്ക് ഫാമിലി എന്നും, ഇതിനെ നമുക്ക് സിവിൽ സൊസൈറ്റി എന്നും പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ ഓർഡർ എടുത്ത് ഇവിടെയും കൊടുക്കാം. ഇൻഡിവിജ്വൽ, ഫാമിലി, സിവിൽ സൊസൈറ്റി, ഇൻഡിവിജ്വൽ, ഫാമിലി, സിവിൽ സൊസൈറ്റി, ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. നേരത്തെ പറഞ്ഞൊരു ഓർഡറില്ലേ? ഇൻഡിവിജ്വൽ, ഫാമിലി, സിവിൽ സൊസൈറ്റി, സ്റ്റേറ്റ്. അവിടെ നമുക്ക് സിമ്പിൾ കോൺഷ്യസ്നസ്, സെൽഫ് കോൺഷ്യസ്നസ്, റീസൺ, സ്പിരിറ്റ്, ഇങ്ങനെയും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ് അബ്സല്യൂട്ട് ഐഡിയ എന്ന് മാത്രം മനസ്സിലാക്കലാണ് നിങ്ങളുടെ ഡ്യൂട്ടി. ഓക്കെ ആണോ? സിമ്പിൾ കൺസെപ്റ്റ് ആണ്. പക്ഷെ ഇത് ഒറ്റയ്ക്ക് വായിച്ചാലൊന്നും തത്തൂല. അതുകൊണ്ടാണ് ഇത് ചുരുക്കി വേറൊരു രീതിയിൽ നോട്ട് വന്നിരിക്കുന്നത്. ഒറ്റയ്ക്ക് വായിച്ചാൽ മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ഹെഗലിന്റെ സ്റ്റേറ്റ് കൺസെപ്റ്റിലുള്ള, ഹെഗലിന്റെ ആ സമയത്ത് ജീവിച്ചിരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കഥകളൊക്കെ കേട്ടിട്ട് എനിക്ക് ആ സ്റ്റേറ്റിനെ എതിർക്കാൻ പറ്റുമോ? ഈ കഥകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കാലഘട്ടത്തിൽ അവിടെ ജീവിച്ചിരുന്ന ആളാണ്. അപ്പം ഹെഗൽ പറഞ്ഞ കണക്ക് സ്റ്റേറ്റ് ഒക്കെ ഉണ്ട് അവിടെ. ഹെഗൽ പറയുന്ന അബ്സല്യൂട്ട് ഐഡിയ ആണ് സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ആ സ്റ്റേറ്റിനെ എതിർത്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഫീൽ എന്താണ്? എതിർത്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? ഹെഗലിനല്ല, സ്റ്റേറ്റിനെ എതിർത്തുകൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? പറ്റില്ലേ? നിങ്ങളുടെ ലോജിക്കൽ സെൻസിൽ പറയാം. ഒരാൾ പറയുന്നു പറ്റില്ല എന്ന് പറയുന്നു, സ്റ്റേറ്റിനെ എതിർക്കാൻ പറ്റത്തില്ല എന്ന് ഒരാൾ പറയുന്നു. ഓക്കെ, വേറൊരാൾ ജിഷ പറയുന്നു, നമിത പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. ബാക്കി ഈ കഥ കേട്ട ആൾക്കാർക്ക് പറയാം. സിമ്പിൾ, പറ്റത്തില്ല. എന്താ കാര്യം? ഇവിടെ ഹെഗലുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, റാഷണൽ ഈസ് റിയൽ, റിയൽ ഈസ് റാഷണൽ. എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് റാഷണൽ ആണ്, അതാണ് റിയൽ. അതല്ലാതെ വേറൊരു റിയാലിറ്റിയും ഇവിടെ ഇല്ല.
അതുപോലെ തന്നെ സ്പിരിറ്റ് ആണ് ഏറ്റവും ടോപ്പിലുള്ളതാണ്, അതിനെ എതിർക്കാൻ പാടില്ല. അബ്സല്യൂട്ട് ആയിട്ടുള്ള കോൺഷ്യസ്നസ് ആണ്, അബ്സല്യൂട്ട് ആയിട്ടുള്ള കോൺഷ്യസ്നസ് ആണ്. ഇവിടെ ബുദ്ധിപരമായി ഹെഗല് ചെയ്യുന്ന ഒരു സാധനം ഡിവൈനിറ്റി തിയറിയും കൂടെ ഇതിനകത്ത് കൊണ്ട്, ഡിവൈൻ തിയറി എന്ന് പറയും. ഡിവൈൻ തിയറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ സൗദി അറേബ്യ ചെയ്യുന്ന സാധനം. ഡിവൈൻ തിയറി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ എന്തിനാ വിശ്വസിക്കുന്നത്? സൗദി അറേബ്യ അവരുടെ രാജാക്കന്മാർ, ഒരു ഇതുണ്ടല്ലോ ഷെയ്ഖ് എന്നൊക്കെ പറയുന്ന രാജാക്കന്മാർ ഉണ്ടല്ലോ. അപ്പൊ ഇവര് എന്താണ് ഖലീഫമാരെന്നാണ് അറിയപ്പെടുന്നത്. ഇവരെ ഖലീഫ എന്നല്ല അറിയപ്പെടുന്നത്. മുൻകാലങ്ങളിൽ പ്രവാചകനൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഖലീഫമാരെന്നാണ് അറിയപ്പെടുന്നത്. ഈ ഖലീഫ എന്ന് പറയുന്നത് ഗോഡിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. ഇത് തന്നെയാണ് സൗദി അറേബ്യ ഇപ്പൊ, അതായത് ഡിവൈൻ തിയറി, ഒരു ഡിവിനിറ്റിയും കൂടെ അതിനകത്ത് കൊടുക്കും. ഒരു സ്പിരിച്വൽ സംഭവം കൂടെ അവിടെ കൊടുക്കും. ഏറ്റവും അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു സംഭവം കൂടെ കൊടുക്കും, ഡിവൈൻ തിയറി. ഇത് തന്നെയാണ് ആര് പറഞ്ഞത്? ഹെഗൽ പറഞ്ഞത്. ഹെഗൽ കുറച്ചും കൂടെ ഡിവൈൻ തിയറിയാണ് അവിടെ കൊടുക്കുന്നത്. ഹെഗലും കുറച്ച് ഡിവൈൻ തിയറി അവിടെ കൊടുക്കുമ്പോൾ അത് കറക്റ്റ് ആവും. ആൾക്കാർക്ക് എതിർക്കാൻ പറ്റത്തില്ല, എതിർത്താൽ അത് ഇതാകും. അങ്ങനെ നോക്കുമ്പോൾ ഹെഗൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, സ്റ്റേറ്റ് ഈസ് മാർച്ച് ഓഫ് ഗോഡ് ഓൺ എർത്ത്. സ്റ്റേറ്റ് ഈസ് മാർച്ച് ഓഫ് ഗോഡ് ഓൺ എർത്ത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗോഡ് ഓൺ എർത്ത്, ഗോഡിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഗോഡ് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗോഡിനെ പോലെ, അല്ലെങ്കിൽ ഗോഡ് തന്നെയാണ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഡിവൈൻ തിയറി അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. സ്റ്റേറ്റ് ഈസ് മാർച്ച് ഓഫ് ഗോഡ് ഓൺ എർത്ത്. സ്റ്റേറ്റ് ഈസ് മാർച്ച് ഓഫ് ഗോഡ് ഓൺ, ഡിവൈൻ ഒറിജിൻ തിയറി. ഡിവൈൻ ഒറിജിൻ തിയറി എന്ന് പറയും. ഡിവൈൻ ഒറിജിൻ തിയറി എന്ന്. അതുപോലെ ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഇൻഫാലിബിൾ. ഇൻഫാലിബിൾ. സ്റ്റേറ്റ് ഇൻഫാലിബിൾ ആണ്. എന്താണ് അതിനർത്ഥം? സ്റ്റേറ്റ് ഇൻഫാലിബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്റ്റേറ്റ് ഇൻഫാലിബിൾ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? സ്റ്റേറ്റ് ഇൻഫാലിബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? സ്റ്റേറ്റിനെ തകർക്കാനേ കഴിയത്തില്ല. സ്റ്റേറ്റിനെ ഇനി നിങ്ങൾക്ക് തകർക്കാൻ കഴിയത്തില്ല. സ്റ്റേറ്റ് അവിടെ ഉണ്ട് എങ്കിൽ സ്റ്റേറ്റ് ആണ് റേഷണൽ. സ്റ്റേറ്റിനെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റത്തില്ല, സ്റ്റേറ്റിനെ തകർക്കാൻ കഴിയില്ല. സ്റ്റേറ്റ് പറയുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കും. സ്റ്റേറ്റ് എന്താണോ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഡിവിജ്വലിന് എന്താണോ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് സ്റ്റേറ്റിനാണ്. ഇൻകേപ്പബിൾ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്. ഒരിക്കലും തകർക്കാനോ അല്ലെങ്കിൽ ഒന്നിനും ഒരിക്കലും തകർക്കാൻ കഴിയത്തില്ല. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കും. സ്റ്റേറ്റ് നിങ്ങളെക്കാളും, ഒരു ഇൻഡിവിജ്വലിനേക്കാളും സ്റ്റേറ്റ് നന്നായിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വൽസ് ടോട്ടലി സബോർഡിനേറ്റ് ടു ദ സ്റ്റേറ്റ്. ഇൻഡിവിജ്വൽ ടോട്ടലി സബോർഡിനേറ്റ് ടു ദ സ്റ്റേറ്റ്. ഇത്രയുമാണ് കൺസെപ്റ്റ്. ഇത്രയുമാണ് ഹെഗലിന്റെ കൺസെപ്റ്റ്. പിന്നെ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്, അത് വായിച്ചു നോക്കിയാൽ അത് എന്താന്ന് ചോദിച്ചാൽ, ഹെഗൽ ഏലിനേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. ഏലിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മാർക്സ് ഏലിനേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഹെഗലിന്റെ ഏലിനേഷൻ അങ്ങനെ കാര്യമായിട്ട് ചോദിക്കാറില്ല. ഹെഗലും ഏലിനേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഹെഗൽ ഏലിനേഷനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മാത്രം മനസ്സിലായി. ഏലിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ സൊസൈറ്റിയിൽ നിന്ന് അകന്നു പോകുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ഏലിനേഷൻ. ഈ ഏലിനേഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഏലിനേഷനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്ന ആള് മാർക്സ് ആണ്. മാർക്സ് ഏലിനേഷനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഹെഗലിന്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട്. അപ്പം ഏലിനേഷൻ എന്ന് പറയുന്ന, ഇപ്പൊ ആദ്യം ഒരാളിൽ നിന്ന് അകലും എന്നുള്ളതാണ് ഏലിനേഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവിടെയെങ്കിലും കേട്ട് കാണും. അയാളുടെ കുറച്ചു കാലം കഴിയുമ്പോൾ, ഒരു ഇൻഫന്റ് ആയിട്ട്, ഒരു കുട്ടിയായിട്ട് ജനിച്ച ആള് കുറച്ചു കാലം കഴിയുമ്പോൾ പാരന്റ്സിൽ നിന്ന് സെപ്പറേറ്റ് ആവും. കുറച്ചു കാലം കഴിയുമ്പോൾ സ്വന്തം പേഴ്സണാലിറ്റി, സ്വന്തം ഐഡന്റിറ്റി ക്രിയേറ്റ് ആകുമ്പോൾ അതിന്ന് കുറച്ചും കൂടെ മാറി പോകും. പിന്നെ സിമിലർലി കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ ആരെങ്കിലും ജോലിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും കാരണം കൊണ്ട്, പ്രഷറോ എങ്ങനെയെങ്കിലും കാരണം കൊണ്ട് കുറെ സപ്രഷനും അതുപോലെ ഡിപ്രസീവ് ആയിട്ടുള്ള അവസ്ഥകളൊക്കെ ഫീൽ ചെയ്യുമ്പോൾ അവിടെയും ഒരു സ്റ്റേജ്, ഒരു ഏലിനേഷൻ സ്റ്റേജ് ഉണ്ടാവും. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള എന്ത് കിട്ടും, ഒരു കോൺഷ്യസ്നസ് കിട്ടും എന്ന് പറയുന്നതാണ് ഏലിനേഷൻ. ചുരുക്കി പറഞ്ഞാൽ ബുദ്ധനൊക്കെ മോക്ഷം എന്നൊക്കെ പറയുന്ന കണക്കുള്ള ഒരു പരിപാടി ഏലിനേഷൻ. കുറച്ചു കാലം കഴിഞ്ഞ് അകന്ന് പോകും എന്ന് പറയുന്ന പരിപാടി. പക്ഷെ അത് പഠിക്കേണ്ട, ഇതിനകത്ത് ഹെഗലിന്റെ കാര്യത്തിൽ എങ്ങനെ പഠിക്കേണ്ട, ഹെഗൽ ഏലിനേഷൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിഞ്ഞാൽ മതി. ഹെഗൽ സ്ലേവറിയെ പറ്റിയും ഒരു 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതും ജസ്റ്റ് അറിഞ്ഞാൽ മതി. ഹെഗൽ സ്ലേവറി അങ്ങനെ എതിർത്തിട്ടൊന്നുമില്ല, പ്രോപ്പറായിട്ട് അങ്ങനെ എതിർത്തിട്ടൊന്നുമില്ല. പക്ഷെ ഹെഗൽ പറഞ്ഞത് സ്ലേവ്സിന് വേണമെങ്കിൽ സ്ലേവറിയിൽ നിന്ന് മുക്തമാകാം, സ്ലേവറിയിൽ നിന്ന് തിരിച്ചു വരാം. എങ്ങനെയൊക്കെ? നോളജ് കൊണ്ടോ നേച്ചറിനെ നിയന്ത്രിക്കാൻ കഴിവുണ്ട്, സെൽഫ് ഡിസിപ്ലിനെ കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലേവ് ആണെങ്കിലും നിങ്ങൾക്ക് വെർച്യൂസ് ഉണ്ടാക്കി തിരിച്ചു വരാം. വെർച്യൂസ് ഉണ്ടാക്കി എന്ത് ചെയ്യാം? സ്ലേവറിയിൽ നിന്ന് ഫ്രീ ആകാം എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് അല്ല. ഏലിനേഷനും സ്ലേവറിയും ഹെഗലിന്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് അല്ല. കൺസെപ്റ്റ് മറ്റത് തന്നെയാണ്. സ്റ്റേറ്റ് തന്നെയാണ് കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് അതുപോലെ ഡയലക്റ്റിക്, ആ സാധനമാണ് പഠിക്കേണ്ടത്. ഡയലക്റ്റിക്കിലാണ് പഠിക്കേണ്ടത്. സ്റ്റേറ്റും ഡയലക്റ്റിക്സും ആണ് പഠിക്കേണ്ടത്, മറന്നു പോകരുത്. ഇനി ബുക്സിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബുക്സിന്റെ പേരും കൃത്യമായിട്ട് വായിച്ചിരിക്കണം. ഇതിൽ
ഇവിടെ ഒരാൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. കാൾ പോപ്പർ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തെ ഫാസിസത്തിന്റെ പ്രീ കഴ്സറായിട്ടാണ് അറിയപ്പെടുന്നത്. ഫാസിസം 20th സെഞ്ചുറിയിൽ ആദ്യമായിട്ട് ഫാസിസം പറയുന്ന ആളായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഇദ്ദേഹം ഫാസിസത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഫാസിസമാണ് അല്ലെങ്കിൽ ഈ ഇതേപോലെ ആൾക്കാരെ ആക്രമിക്കണമെന്നോ അല്ലെങ്കിൽ ലോകം പിടിച്ചെടുക്കണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ എന്തുകൊണ്ടായിരിക്കും പിന്നെ ഫാസിസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ക്രിറ്റിസിസമായിട്ട് ഫാസിസം എന്ന് പറഞ്ഞ് എന്തുകൊണ്ടായിരിക്കാം ഫാസിസ്റ്റ് എന്ന് വിളിച്ചത്? കാൾ പോപ്പർ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ കാര്യം എന്താ? ഹെഗലിനെ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ കാര്യം എന്തായിരിക്കും? ഫാഷിസ്റ്റ് എന്ന് അഡ്വക്കേറ്റ് ഓഫ് സ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ നമ്മളൊക്കെ ഫാസിസ്റ്റുകളായില്ലേ? നമ്മളൊക്കെ ഒരു ജനാധിപത്യ ഒരു സ്റ്റേറ്റിന് വേണ്ടിയാണല്ലോ നമ്മൾ വാദിക്കുന്നത്. സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് സുപ്പീരിയർ പവർ. ഓക്കെ, ഒരുവിധം. പിന്നെ സ്റ്റേറ്റ് അബ്സല്യൂട്ട് പവർ. അതാണ് സ്റ്റേറ്റിന് നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ അവകാശമുണ്ടോ? സ്റ്റേറ്റിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പ്രതിഷേധിക്കാനോ എടുത്തു കളയാനോ എന്തെങ്കിലും അവകാശമുണ്ടോ? അവിടെയാണ് ഹെഗലിന്റെ ഈ പ്രശ്നം ക്രിട്ടിസൈസ് ചെയ്ത് കാൾ പോപ്പർ പറയുന്നത് ഹെഗൽ ഒരു ഫാസിസ്റ്റ് ആണ്. ഹെഗലിന്റെ നമ്മുടെ കാൾ പോപ്പറിന്റെ ബുക്കിന്റെ പേരാണ് ഓപ്പൺ സൊസൈറ്റി ആൻഡ് എനിമി. 1945. ഓപ്പൺ സൊസൈറ്റി ആൻഡ് എനിമി. ഓപ്പൺ സൊസൈറ്റി ആൻഡ് എനിമി ഉണ്ടായിരുന്നു. ഇപ്പൊ കേൾക്കാലല്ലേ? ഓപ്പൺ സൊസൈറ്റി ആൻഡ് എനിമി കേൾക്കാലോ അല്ലേ? സോ ഇത്രയാണ് ഹെഗലിലുള്ളത്. ഇത്രയാണ് ഹെഗലിൽ വരുന്ന കാര്യം. ഹെഗൽ ഒന്നും കൂടെ നോക്കിയിരിക്കുക. ഹെഗലിൽ ഞാൻ ഇനി എന്തെങ്കിലും പറയണോ? ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഹെഗൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ബുക്സ് താഴെ പറഞ്ഞു. ബുക്സ് ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ്, സയൻസ് ഓഫ് ലോജിക്, എൻസൈക്ലോപീഡിയ ഫിലോസഫി സയൻസ്, എലമെന്റ്സ് ഓഫ് ഫിലോസഫി റേറ്റ്, ഫിലോസഫി ഓഫ് ഹിസ്റ്ററി. ബുക്സ് എല്ലാം പഠിക്കുന്നത് നല്ലതാണ്. ഏതെങ്കിലുമൊക്കെ ബുക്കുകളൊക്കെ കയറി ചോദിക്കാം. ഫിനോമിനോളജി ഓഫ് സ്പിരിറ്റ്, സയൻസ് ഓഫ് ലോജിക്, എൻസൈക്ലോപീഡിയ, ഫിലോസഫി ഓഫ് ഹിസ്റ്ററി, ഫിലോസഫി ഓഫ് റൈറ്റ്. RH റൈറ്റ്, ഹിസ്റ്ററി. ഓക്കെ, ഞാൻ അതിനോട് ചോദ്യങ്ങൾ ചോദിക്കാം. ഹെഗൽ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിന് വേണ്ടി വാദിക്കുന്ന ആളാണ്. ശരിയോ തെറ്റോ? ട്രൂ ഓർ ഫോൾസ്? ഹെഗൽ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിന് വേണ്ടി വാദിക്കുന്ന ആളാണ്. ട്രൂ ഓർ ഫോൾസ്? ട്രൂ ആണോ ഫോൾസ് ആണോ? ഹെഗൽ ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിന് വേണ്ടി വാദിക്കുന്ന ആളാണ്. ട്രൂ ആണോ ഫോൾസ് ആണോ? പെട്ടെന്ന് ആൻസർ കേട്ടെ. ക്വസ്റ്റ്യൻ കേട്ടായിരുന്നോ? എന്താ ഒരാള് ആൻസർ പറഞ്ഞാലേ ബാക്കിയുള്ളവർ ആൻസർ പറയും? പെട്ടെന്ന് ആൻസർ പറഞ്ഞൂടെ? അറിഞ്ഞൂടാങ്കിൽ അറിഞ്ഞൂടെന്ന് പറയണം. അങ്ങനെ ആൻസർ പറയാലോ. അറിഞ്ഞൂടാങ്കിൽ അറിഞ്ഞൂടാന്ന് പറയണം. നോട്ട് ഡെമോക്രാറ്റിക്. ഓക്കെ, ഡെമോക്രാറ്റിക് അല്ല എന്ന് പറയാൻ കാര്യം എന്താ? ഡെമോക്രാറ്റിക് അല്ല എന്ന് പറയാൻ കാര്യം എന്താ? ഡെമോക്രാറ്റിക് അല്ല എന്ന് പറയാൻ കാര്യം എന്താ? ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തത് ഇൻഫാലിബിൾ ആണ്. നമുക്ക് ആ ഒരു സ്റ്റേറ്റിനെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല.
അബ്സല്യൂട്ട് പവറും ഇൻഫാലിബിളും ഡിവൈൻ തിയറിയെ കുറിച്ചാണ്. റീസൺ ആണോ സ്പിരിറ്റ് ആണോ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഹെഗൽ പറയുന്നത്? റീസൺ ആണോ സ്പിരിറ്റ് ആണോ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് പറയുന്നത്? റീസൺ എന്ന് പറഞ്ഞാൽ വിവേക ബുദ്ധിയാണ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. റീസൺ ആണോ സ്പിരിറ്റ് ആണോ അബ്സല്യൂട്ട് ആയിട്ട് പറയാം? റീസൺ അല്ല, സ്പിരിറ്റ് ആണ്. സ്പിരിറ്റ് ആണ്. ഒരു ഓർഡർ നോക്കിയിരിക്കുക. ആ ഒരു ഓർഡർ നോക്കിയിരിക്കുക. സിമ്പിൾ കോൺഷ്യസ്, സെൽഫ് കോൺഷ്യസ്, റീസൺ, സ്പിരിറ്റ്. ആ ഒരു ഓർഡർ നോക്കിയിരിക്കുക. ഇനി അടുത്തത് ജെറമൈ ബെന്താം എന്ന് പറയുന്ന ഒരാളാണ്. ജെറമൈ ബെന്താം അതുപോലെ ഇംഗ്ലീഷ് ഫിലോസഫർ ആണ്. ജെറമൈ ബെന്താം ഒരു ഇംഗ്ലീഷ് ഫിലോസഫർ ആണ്. അദ്ദേഹം യൂട്ടിലിറ്റേറിയനിസം എന്നാണ് വാദിച്ചത്. യൂട്ടിലിറ്റേറിയനിസം, ഇവിടെയൊക്കെയാണ് പ്രശ്നം വരുന്നത്. ഇതൊക്കെ ബേസിക് കൺസെപ്റ്റുകളാണ്, നിങ്ങൾ മറന്നുപോയി കാണും. നിങ്ങളൊക്കെ പല രീതിയിലുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും പല ഇതിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കുന്നുണ്ട് എങ്കിലും ഈ ബേസിക് സാധനങ്ങൾ ചില ഉണ്ടാർക്കെങ്കിൽ യൂട്ടിലിറ്റേറിയനിസം എന്താണ്? യൂട്ടിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? യൂട്ടിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉപയുക്തത എന്നൊക്കെ പറയാം, ഉപയോഗം എന്നൊക്കെ പറയാം അല്ലേ? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഉപയോഗം എന്നാണ്. ഇപ്പൊ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്നതിന്റെ പ്രധാന ഐഡിയ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് മാക്സിമം ഹാപ്പിനെസ് കൊടുക്കുന്ന ആളായിരിക്കണം. സ്റ്റേറ്റ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മാക്സിമം ഹാപ്പിനെസ്സിലേക്ക് കൊടുക്കുന്ന ആൾക്കാരായിരിക്കണം. മാക്സിമം ഹാപ്പിനെസ് കൊടുക്കുന്നതായിരിക്കണം. അതാണ് യൂട്ടിലിറ്റേറിയനിസ്റ്റുകൾ പറയുന്നത്. അതിനൊറ്റ വാക്കായിട്ട് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ഗ്രേറ്റസ്റ്റ് നമ്പർ. 100 പേരുള്ള ഒരു സൊസൈറ്റിയിൽ മെജോറിറ്റി ആൾക്കാർക്കും എന്ത് കിട്ടണം? ഹാപ്പിനെസ് കിട്ടിയാൽ ആ സ്റ്റേറ്റ് സക്സസ് ആണ്. യൂട്ടിലിറ്റേറിയൻസിന്റെ ബേസിക് ഐഡിയ എത്രയേ ഉള്ളൂ? ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഹാപ്പിനെസ് കിട്ടുക, നല്ല വെൽഫെയർ കൊടുക്കുക, നല്ല കമ്മ്യൂണിറ്റിയെ പ്രൊവൈഡ് ചെയ്യുക, നല്ല ഫെസിലിറ്റീസ് കൊടുക്കുക, ഇതെല്ലാം ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് വരും. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അത് നല്ലതല്ലേ? ഈ കൺസെപ്റ്റ് നല്ലതല്ലേ? ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് കൊടുക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റ് നല്ലതല്ലേ? നല്ലതാണോ? ഓക്കെ, കേൾക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്. ഓൾമോസ്റ്റ് പോസിറ്റീവ്സ് ആണ്. ഓൾമോസ്റ്റ് അത് പോസിറ്റീവ് ആയിട്ടുള്ള ഐഡിയ ആണ്. പക്ഷേ ഇഫ് പോസിബിൾ എന്തുകൊണ്ട് ഓക്കെ, എന്നാലും ഐഡിയ ഓക്കെ ആണല്ലോ, ഐഡിയ വൈസ് ഓക്കെ ആണ്. പക്ഷെ ഇവിടെ പ്രശ്നം എന്നാൽ ജെറമൈ ബെന്താം പറയുന്ന യൂട്ടിലിറ്റേറിയനിസത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ജെറമൈ ബെന്താം യൂട്ടിലിറ്റേറിയനിസം ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ഗ്രേറ്റസ്റ്റ് നമ്പർ പറയുന്നുണ്ട് എങ്കിലും എന്ത് പറയുന്നു ബെന്താം പറയുന്നത് പ്ലഷർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് ബെന്താമിന്റെ പ്രശ്നം ഇരിക്കുന്നത്. ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്ലഷർ എന്ന് പറയുമല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറയുന്നു, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് അയച്ചു തരുന്നു വിചാരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു ഗിഫ്റ്റ്. ഞാൻ ഇപ്പൊ ഇറങ്ങുന്ന ദൃശ്യം എന്ന് പറയുന്ന ഒരു മൂവി ഫ്രീക്ക് കൊണ്ടുപോയി കാണിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം. ഓൾമോസ്റ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലഷർ ആയിട്ടുള്ള ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷെ എല്ലാവർക്കും അതേപോലെ ആയിരിക്കും? എല്ലാവർക്കും ദൃശ്യം സിനിമ കാണാൻ പോകുന്നത് വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യമായിരിക്കും? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ഹാപ്പിനെസ് ആയിട്ടുള്ള കാര്യമായിരിക്കും? ചില ആൾക്കാര് സിനിമ കാണാത്തവരെ കാണത്തില്ലേ, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും, മോഹൻലാലിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രൈം ത്രില്ലറുകൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കാണും,
കോമഡി പടങ്ങൾ മാത്രം ഇഷ്ടമുള്ള ആൾക്കാരാണ്. സോ അവിടെ പ്ലഷറിന് പ്രശ്നം സംഭവിക്കും അല്ലേ? പ്ലഷറിന് പ്രശ്നം സംഭവിക്കും. ഇപ്പോ ഒരാളുടെ പ്ലഷർ മറ്റൊരാളുടെ പ്ലഷറുമായിട്ട് കമ്പയർ ചെയ്യാൻ കൃത്യമായിട്ട് പറ്റുമോ? കൃത്യമായിട്ട് പറ്റും. ഇപ്പൊ സ്റ്റേറ്റ് കൊടുക്കുന്ന പ്ലഷർ ആണ് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും? ഇല്ല. അവിടെയാണ് ഈ പ്രശ്നം. ഹാപ്പിനെസ് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ഹാപ്പിനെസ് അല്ല നിങ്ങളുടെ ഹാപ്പിനെസ്. ഒരാൾക്ക് ഒരു 10 മിനിറ്റ് വെറുതെ ഇരുന്നാൽ അത് ഹാപ്പിനെസ് ആയിരിക്കും. അത് ചിലപ്പം അത്രയും കിടന്ന് പണിയെടുക്കുന്നവനെ അറിയാൻ പറ്റും 10 മിനിറ്റ് വെറുതെ ഇരിക്കുന്നതാണ് എന്റെ ഹാപ്പിനെസ്. എപ്പോഴും വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് നിങ്ങളൊരു 10 മിനിറ്റ് ഇരുന്നോ എന്ന് പറഞ്ഞാൽ അയാളുടെ ഹാപ്പിനെസ് ആവില്ല. സോ ഹാപ്പിനെസ് സബ്ജക്റ്റീവ് ആണല്ലേ. അപ്പം ജെറമൈ ബെന്താം പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രശ്നം വരും. ജെറമൈ ബെന്താം പറയുന്നു ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് നിങ്ങൾ സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ആ സ്റ്റേറ്റ് നല്ലതാണ്. പക്ഷെ ഹാപ്പിനെസ് എപ്പോഴും സബ്ജക്റ്റീവ് ആണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പോകുമ്പോൾ സബ്ജക്റ്റീവ് ആണ്, അത് ചേഞ്ച് ആകാം. അതങ്ങനെ ചേഞ്ച് ആകാൻ ചാൻസ് ഉണ്ട്. സബ്ജക്റ്റീവ് ആണ്. ഓക്കെ. ഇനി മെജോറിറ്റി ആൾക്കാർക്കും ഹാപ്പിനെസ് കിട്ടി. ഇവിടെ ഒരു പ്രോബ്ലം സബ്ജക്റ്റീവ് ആണെന്നുള്ളതാണ്. ഇനി അടുത്ത 100-ൽ 90 പേർക്കും ഹാപ്പിനെസ് കിട്ടി. നമ്മൾ പറയുന്ന പർട്ടിക്കുലർ ഹാപ്പിനെസ് കിട്ടി. ബാക്കി 10 പേർക്ക് കിട്ടിയില്ലെങ്കിൽ ആ സ്റ്റേറ്റ് സക്സസ് ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ബന്ധം പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് സക്സസ് ആണല്ലേ. ആ 10 പേരെ ബന്ധം പരിഗണിക്കുന്നുണ്ടോ? അതിനകത്ത് 10 പേർക്ക് ഹാപ്പിനെസ് കിട്ടിയില്ല. പക്ഷെ ആ 10 പേരെ കുറിച്ച് ബന്ധം പറയുന്നുണ്ടോ? ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ഗ്രേറ്റസ്റ്റ് നമ്പർ, അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റും ഇല്ല. കൺസിഡർ മൈനോറിറ്റി എന്നോ കൺസിഡർ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ എന്നോ ഒന്നുമില്ല. ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. അതായത് നിങ്ങളുടെ സ്റ്റേറ്റ് 100 പേരുള്ള പോപ്പുലേഷനിൽ 90 പേരെയും സാറ്റിസ്ഫൈ ചെയ്യിച്ചാൽ ആ സ്റ്റേറ്റ് സക്സസ് ആണ്. അപ്പൊ 10 പേരെ എല്ലാവരും മറന്നുപോയി. ആ 10 പേർക്ക് ഉണ്ടായ വേദനയോ 10 പേർക്ക് ഉണ്ടാകാത്ത ഡിസാറ്റിസ്ഫാക്ടറിയോ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതും പ്രശ്നമാണ്. ഇപ്പൊ 2 പ്രശ്നമായി. ഒന്ന് പ്ലഷർ നമുക്ക് അളക്കാൻ പറ്റത്തില്ല. 2 മെജോറിറ്റി വരുമ്പോൾ മൈനോറിറ്റിയെ കിട്ടത്തില്ല. മൈനോറിറ്റിയെ ഇഗ്നോർ ചെയ്യും. ഈ 2 പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ ജെറമൈ ബെന്താമിന്റെ ഐഡിയയുടെ പേര് യൂട്ടിലിറ്റേറിയനിസം. ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയൻ ആണ്. ആദ്യമായിട്ട് യൂട്ടിലിറ്റേറിയനിസം പറഞ്ഞ കൂട്ടത്തിലുള്ളതാണ് ക്ലാസിക്കൽ യൂട്ടിലിറ്റേറിയനിസം. ബാക്കി വായിച്ചു നോക്കുക, സിമ്പിളായിട്ട് വായിച്ചു നോക്കുക. ബുക്കുകളുടെ പേരൂടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഐഡിയയുടെ പേര് യൂട്ടിലിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് പ്ലഷർ കൊടുക്കാൻ കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് സക്സസ് ആണ്. ഒരാൾക്ക് ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് കൊടുക്കാൻ പറഞ്ഞാൽ സക്സസ് ആണ്. പക്ഷെ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് എപ്പോഴും സബ്ജക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് പ്രശ്നം. ഇനി ബന്ധാം പറയുന്നു ഇത് അളക്കാൻ പറ്റും. ബന്ധാം പറയുകയാണ് ഇത് അളക്കാൻ പറ്റും, ഹാപ്പിനെസ് അളക്കാൻ പറ്റും. ബന്ധാം പറയുന്നു ഹാപ്പിനെസ് അളക്കാൻ പറ്റും. ഹാപ്പിനെസ്സും പെയിനൊക്കെ അളക്കാൻ പറ്റും. അതിന് അദ്ദേഹം പറയുന്ന ഹെഡോണിസം, മീനിങ് ഇറ്റ് ഇക്വേറ്റ്സ് ഹാപ്പി ആൻഡ് ആബ്സെൻസ് ഓഫ് പെയിൻ. ഹാപ്പിനെസ്സിനെ നമുക്ക് പെയിൻ ഇല്ലാണ്ടാക്കിയും പ്ലഷറുമായിട്ട് ഇക്വേറ്റ് ചെയ്തും കൃത്യമായിട്ട് പറ്റും. ഉദാഹരണം പറഞ്ഞാൽ ഒരു ആക്ഷൻ നിങ്ങൾ ചെയ്തു, അത് നിങ്ങൾ പെയിൻ കുറയ്ക്കുകയും ചെയ്താൽ അത് കൃത്യമായിട്ട് അളക്കാൻ പറ്റും. അളക്കാൻ പറയുന്നത് അതായത് ക്വാണ്ടിറ്റി എന്ന് പറയും. ക്വാണ്ടിറ്റി ഓഫ് ഹാപ്പിനെസ്. ഉദാഹരണം ഞാൻ ചുമ്മാ എഴുതി കാണിക്കാം. ഒരാൾക്ക് ബിരിയാണി മേടിച്ചു കൊടുത്തു. അയാൾക്ക് ബിരിയാണി കിട്ടിയെന്ന് അറിയാം. അപ്പൊ ഈ എ എന്ന് പറയുന്ന ആൾക്ക് ബിരിയാണി കിട്ടി. ബി തന്നെ കിട്ടിയത്. അപ്പോൾ ആ ബിരിയാണിക്ക് നല്ല ഇന്റൻസിറ്റി, കൺസിസ്റ്റൻസി, നല്ല രുചി ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല രുചികരമായിട്ടുള്ളതായിരുന്നു. അതുപോലെ പ്രോക്സിമിറ്റി, ഫെക്യൂണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാറ്റഗറി തിരിച്ചെഴുതിയിട്ടുണ്ട്. ഇത്രയും കാറ്റഗറീസ്, പ്യൂരിറ്റി, എക്സ്റ്റെന്റ് എല്ലാം കൊള്ളാം. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഹാപ്പിനെസ് കിട്ടി. ഇവർ കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്, കുറെ ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ഒരു ബിരിയാണിയാണ് എക്സാമ്പിൾ എടുക്കുക. ബിരിയാണിക്ക് ഇന്റൻസിറ്റി ഉണ്ടായിരുന്നു, ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു, നല്ല സർട്ടണിറ്റി ആയിരുന്നു, പ്രോക്സിമിറ്റി, നല്ല ഒരു പ്ലഷർ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേ നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു ആനന്ദം കിട്ടും. പിന്നെ അത് നല്ല ക്വാളിറ്റിയോട് കൂടി ഉണ്ടാക്കിയതാണ്. എക്സ്റ്റെൻഡ് ചെയ്യും, വീണ്ടും വേണമെങ്കിൽ ബിരിയാണി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടി. അവിടെ ബിരിയാണി ആണെങ്കിൽ അത് ഹാപ്പിനെസ്. എക്ക് ചിലപ്പോൾ ഹാപ്പിനെസ് കിട്ടും, ബിക്ക് ഹാപ്പിനെസ് അതേ ഇതായിരിക്കുമോ? എക്ക് ചിലപ്പോൾ ഹാപ്പിനെസ് കിട്ടി കാണും, പക്ഷെ ബിക്ക് അതേപോലെ ആയിരിക്കും.
എക്കും ബിക്കും ഒരേപോലത്തെ ഒരു ഹാപ്പിനെസ് കിട്ടുമോ ഒരു ബിരിയാണി കഴിച്ചെന്ന് വിചാരിച്ചിട്ട്? ഈ ബിരിയാണിയെ നിങ്ങൾ സ്റ്റേറ്റിന്റെ ഏത് ഫെസിലിറ്റി ആയിട്ടും ആലോചിച്ച് നോക്കൂ. സ്റ്റേറ്റിന്റെ ഏത് ഫെസിലിറ്റിയും ക്വാണ്ടിറ്റി വൈസ് പ്ലഷർ അളക്കാൻ പറ്റത്തില്ല. ക്വാണ്ടിറ്റി വൈസ് പ്ലഷർ അളക്കാൻ പറ്റത്തില്ല. പ്ലഷർ എപ്പോഴും ക്വാളിറ്റി ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ സമയത്തും പ്ലഷർ ക്വാളിറ്റി ആയിരിക്കും. പ്ലഷർ ക്വാളിറ്റി ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ സമയത്തും പ്ലഷർ ക്വാളിറ്റി ആയിരിക്കും. ഇപ്പോൾ കുറച്ച് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോഴും ചില വലിയ ആൾക്കാർ ഈ റിമോട്ട് കാറൊക്കെ ഉപയോഗിച്ച് നടക്കുന്നുണ്ടല്ലേ? റിമോട്ട് കാറുകളൊക്കെ യൂസ് ചെയ്ത് അതിന്റെ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നുണ്ടല്ലേ? അതായത് 10-35 വയസ്സാണ്, 40 വയസ്സാണ്, അവർ റിമോട്ട് കാർ യൂസ് ചെയ്യുന്നു, റിമോട്ട് കാറിന്റെ സ്പോർട്സുകളിൽ പങ്കെടുക്കുന്നു. റിമോട്ട് കാർ യൂസ് ചെയ്ത്, റിമോട്ട് കാർ എന്ന് പറഞ്ഞാൽ വളരെ ടോയ് കാർ എന്നാണ് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വിചാരിക്കുന്നത്. റിമോട്ട് കാർ, ടോയ് കാർ അറിയാലോ, ടോയ് കാർ പോലത്തെ ഒരു കാർ അറിയാലോ. അപ്പൊ ആ കാറ് നിങ്ങൾക്ക് മേടിച്ചു തരുന്നു. നിങ്ങൾക്ക്, അതായത് ഈ ഇവിടെ ഇരിക്കുന്ന 10-30 വയസ്സായ അല്ലെങ്കിൽ 20-25 വയസ്സിന് മേലുള്ള എല്ലാവർക്കും മേടിച്ചു തരുന്നു. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും? എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും? എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടോ? പിന്നെ എങ്ങനെയാണ് നമ്മൾ ക്വാണ്ടിറ്റിയിൽ അളക്കാൻ പറ്റുക? ഈ ലോജിക്ക് വർക്ക് ആക്കാതെയാണ് ബന്ധാം പറയുന്നത് ഹാപ്പിനെസ് ക്വാണ്ടിറ്റിയിൽ അളക്കാം. ഹാപ്പിനെസ് ഇതേപോലെ ഈ 5-6 ഘടകങ്ങൾ, അത് കുറച്ച് ഘടകങ്ങളുണ്ട്, ഈ ഘടകങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ, ഈ പറയുന്ന ഘടകങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടും. അപ്പൊ ഇങ്ങനെ നോക്കാൻ നിന്നാൽ എല്ലാം ഹാപ്പിനെസ് ആയിട്ട് ഫീൽ ചെയ്യും. എല്ലാം ഹാപ്പിനെസ് ആയിട്ട് ഫീൽ ചെയ്യും. ക്വാണ്ടിറ്റി വൈസ് ഹാപ്പിനെസ് പറയുന്ന ആളാണ് ആര്? ബന്ധാം. ക്വാണ്ടിറ്റി വൈസ് ഹാപ്പിനെസ് പറയുന്ന ആളാണ് ബന്ധാം. അദ്ദേഹം അതിന് യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ഫെലിസിഫിക് കാൽക്കുലസ്. ഫെലിസിഫിക് കാൽക്കുലസ് അല്ലെങ്കിൽ ഹെഡോണിക് കാൽക്കുലസ്. ഫെലിസിഫിക് കാൽക്കുലസ് അല്ലെങ്കിൽ ഹെഡോണിക് കാൽക്കുലസ് ഹാപ്പിനെസ്സും അളക്കാം, പെയിനും അളക്കാം. ഒരാൾക്ക് എത്രത്തോളം പെയിൻ ഉണ്ട് എന്നൊക്കെ അളക്കാൻ പറ്റും. ഒരാൾക്ക് എത്രത്തോളം പെയിൻ ഉണ്ട് എന്നൊക്കെ അളക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഒരാൾക്ക് എത്രത്തോളം പെയിൻ ഉണ്ട് എന്ന് അളക്കാൻ പറ്റും. ഒരാൾക്ക് എത്രത്തോളം പെയിൻ ഉണ്ട് എന്ന് അളക്കാൻ പറ്റും എന്നാണ് ഹെഡോണിക് കാൽക്കുലസും ഫിസിക്കൽ പ്ലഷറും അളക്കാൻ പറ്റും. എല്ലാം അളക്കാൻ പറ്റും. ഓവറോൾ ഹാപ്പിനെസ് കൂട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓവറോൾ ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആ സ്റ്റേറ്റിനെ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, ഓക്കെ ആണല്ലോ. ഓവറോൾ ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ, അത് ബിരിയാണി ആയിക്കോട്ടെ, എന്തെങ്കിലും ഫെസിലിറ്റി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ട്. ഈ ഹെഡോണിക് കാൽക്കുലസ് വെച്ചിട്ട് കൂട്ടുകയാണ് കുറയ്ക്കുകയാണ് അവർ. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ചെറിയ ഒരു കൂട്ടലും കുറയ്ക്കലൊക്കെയാണ്. ഇങ്ങനെ ഒരു ഈ സെവറൽ ഫാക്ടേഴ്സ് എഴുതിയിരിക്കുന്ന സാധനം വെച്ചിട്ട് അളക്കും. ഇത് 3 പോയിന്റ് കൊടുത്ത്, 3 പോയിന്റ് കൊടുത്ത് ഏറ്റവും നല്ല ഒരു എമൗണ്ട് ഓഫ് പോയിന്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഹാപ്പിനെസ് കിട്ടി എന്നാണ് അത് മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഹാപ്പിനെസ് അളക്കാൻ പറ്റില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. പക്ഷെ ബന്ധാം പറയുന്നത് ക്വാണ്ടിറ്റി വെച്ച്, ക്വാണ്ടിഫൈഡ് ആയിട്ട് നമുക്ക് അളക്കാൻ പറ്റും, ക്വാണ്ടിഫൈഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആര് പറയുന്നത്? ബന്ധാം പറയുന്നത്. അതിന് ബന്ധാം യൂസ് ചെയ്യുന്നതെന്നോ എന്ന് ഇമ്പാർഷ്യാലിറ്റി കാണിക്കത്തില്ല. എല്ലാവർക്കും ഒരേപോലെ ഇമ്പാർഷ്യാലിറ്റി കാണിക്കത്തില്ല. അതുപോലെ കോൺസിക്വൻഷ്യലിസം എന്ന് പറഞ്ഞാൽ ഒരു റിസൾട്ട് ആണ് എല്ലാം. കോൺസിക്വൻഷ്യലിസം എന്ന് പറഞ്ഞാൽ ഒരു റിസൾട്ടാണ്. റിസൾട്ട് നന്നായിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 100 പേരിൽ 90 പേർക്ക് ഹാപ്പിനെസ് കിട്ടി, 90 പേർക്ക് ഹാപ്പിനെസ് കിട്ടി. ആ 90 പേർക്കും ഏകദേശം റിസൾട്ട് ഓക്കെ ആയിരുന്നു, ഒരു പോസിറ്റീവ് റിസൾട്ട് ആണ് എങ്കിൽ അവരുടെ റിസൾട്ട് എല്ലാം കറക്റ്റ് ആണല്ലോ. അപ്പൊ ഹാപ്പിനെസ് കിട്ടി. ആ എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് നമുക്ക് അളക്കാൻ പറ്റും. അതുപോലെ ചില സ്ഥലങ്ങളിൽ അദ്ദേഹം ഈ എന്താ പറഞ്ഞിരിക്കുന്നത്, മോറൽ റിഫോം ആണ് പറഞ്ഞിരിക്കുന്നത്. മോറൽ റിഫോമും സോഷ്യൽ റിഫോമും. ഹാപ്പിനെസ്സിന് വെച്ചിട്ട് മോറൽ റിഫോമും സോഷ്യൽ റിഫോമും പറഞ്ഞിട്ടുണ്ട്. മോറൽ റിഫോം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില ആൾക്കാർ പറയും ഒരു 10 വയസ്സുകാരിയെ, ഒരു 10 വയസ്സായ കുട്ടിയെ പീഡിപ്പിച്ച് ഒരാൾ കൊന്നു, ഒരു കൊലപാതകം നടന്നു. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും എന്തായിരിക്കും പറയുക? എന്ത് ശിക്ഷ കൊടുക്കാനായിരിക്കും പറയുക? ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും എന്ത് ശിക്ഷ കൊടുക്കാനായിരിക്കും പറയുക? ഒരു 10 വയസ്സായ ഒരു കുട്ടിയെ ഒരു മുതിർന്ന ഒരാൾ പീഡിപ്പിച്ച് കൊന്നു. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും എന്ത് ശിക്ഷയായിരിക്കും കൊടുക്കാൻ പറയാ? ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും കൊടുക്കാൻ പറയാം. കാരണം അതിന്റെ ക്രൂരത വെച്ചിട്ടാണ്, അതിന്റെ ക്രൂവലിറ്റി വെച്ചിട്ടാണ് പറയാം. പക്ഷെ ചില ആൾക്കാരെങ്കിലും പറയത്തില്ലേ
ക്യാപിറ്റൽ പണിഷ്മെന്റിന് എതിരെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരില്ലേ, ക്യാപിറ്റൽ പണിഷ്മെന്റിന് എതിരെ നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയും ഒരു മോറൽ റിഫോം ആണ് വേണ്ടത്. തൂക്കിക്കൊല്ലണ്ട, കുറച്ചു കാലം ജയിലിലിടുക, ജയിലിലിട്ടതിന് ശേഷം നല്ല നടപ്പിന് ഇതാക്കുക, നല്ല ഇത് കൊടുക്കുക, ആ സമൂഹം കുറച്ചു കാലം കഴിയുമ്പോൾ അവൻ നല്ലതുപോലെ തിരിച്ചു വരും എന്ന് പറയില്ലേ? അങ്ങനെ കേട്ടിട്ടില്ലേ? അങ്ങനെയും പറയില്ലേ? അതിനാണ് ഈ മോറൽ റിഫോം എന്ന് പറയുന്നത്. മോറൽ റിഫോം, അതായത് പെയിൻ കൊടുത്തല്ല, അല്ലെങ്കിൽ ഒരു ജസ്റ്റിസ് നടപ്പാക്കുന്നത് മോറൽ റിഫോം വഴി നടപ്പാക്കാം എന്നാണ് ആര് പറയുന്നത്? അതായത് ഒരാളെ ദ്രോഹിക്കേണ്ട എന്നുള്ള സെൻസിലാണ് സോഷ്യൽ റിഫോമാണ് വേണ്ടത്. ക്രിമിനൽ ജസ്റ്റിസ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, വിമൺ റൈറ്റിന്റെ കേസിലായിക്കോട്ടെ, സ്ലേവറി അബോളിഷ് ചെയ്യുന്ന കേസിലായിക്കോട്ടെ, ഇതിലൊക്കെ ചേഞ്ചസ് കൊണ്ടുവരണം. ഇതൊക്കെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടെ മോറൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള റിഫോം കൊണ്ട് ആര് പറഞ്ഞിരിക്കുന്നത്? ബന്ധാം പറഞ്ഞിരിക്കുന്നത്. ഈ ബന്ധാം പറഞ്ഞിരിക്കുന്നത് വളരെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒന്ന്, യൂട്ടിലിറ്റി ആണ് അദ്ദേഹം പറയുന്നത്. യൂട്ടിലിറ്റി ഹെഡോണിസം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹെഡോണിക് കാൽക്കുലസ്, ഫെലിസിഫിക് കാൽക്കുലസ് വെച്ച് അളക്കാൻ പറ്റും. അതാണ് ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ആ ഹാപ്പിനെസ് ക്വാണ്ടിഫൈഡ് ആണ്, ക്വാളിറ്റി അല്ല. ക്വാളിറ്റി അല്ല, ക്വാണ്ടിറ്റി ആണ്. ക്വാണ്ടിറ്റി ആണ് ബന്ധം നോക്കുക. ക്വാണ്ടിറ്റി നല്ലതാണ് എങ്കിൽ നല്ലപോലെ ബന്ധം പറയുന്നത്. അപ്പൊ ഇതിന് എന്തൊക്കെ ക്രിറ്റിസിസം വരാം? ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ഹാപ്പിനെസ് ആണ് ഫസ്റ്റ് ക്രിറ്റിസിസം. കാര്യം എന്താ? ഇതെങ്ങനെ പ്രിസൈസ് ആക്കും? ഒരാളുടെ ഹാപ്പിനെസ് പ്രിസൈസ് ആക്കി പറയാൻ പറ്റത്തില്ല. ഇനി ജസ്റ്റിസ് ഇഗ്നോർ ചെയ്യുന്നു, എവിടെ? ആ മൈനോറിറ്റിയെ നമ്മൾ ഇഗ്നോർ ചെയ്യും, അതൊരു പ്രശ്നമാണ്. മൈനോറിറ്റി ഇഗ്നോർ ചെയ്യുന്നത് ഒരു പ്രശ്നമാണ്. ടിറനി ഓഫ് മെജോറിറ്റി, 100-ൽ 90-യും ഹാപ്പിനെസ് കിട്ടി. അപ്പൊ ഈ മെജോറിറ്റിയുടെ ടിറനി ചാൻസ്, മെജോറിറ്റിയുടെ ആഗ്രഹങ്ങളല്ലേ അവിടെ നടപ്പാവാൻ ചാൻസ് ഉള്ളൂ, അല്ലേ? മൈനോറിറ്റി ഇഗ്നോർ ചെയ്യല്ലേ? അപ്പൊ ടിറനി ഓഫ് മെജോറിറ്റി വരാം. പിന്നെ ലോങ് ടൈമിൽ കോൺസിക്വൻസസ് ഉണ്ടാവാം. ഇമ്മീഡിയറ്റ് പ്ലഷർ ആയിരിക്കും പലപ്പോഴും നോക്കുക. നമ്മൾ ഹാപ്പിനെസ് അളക്കുമ്പോൾ ഇമ്മീഡിയറ്റ് പ്ലഷർ വെച്ചിട്ട് നമ്മൾ ക്വാണ്ടിറ്റി അളക്കും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അതാണ് സ്റ്റേറ്റ് എല്ലാവർക്കും പ്ലഷർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സ്റ്റേറ്റിന്റെ പ്ലഷറിൽ വരുന്ന കാര്യം, എല്ലാവരും വോട്ട് ചെയ്തു, 100-ൽ 90 പേരും വോട്ട് ചെയ്തു, സ്റ്റേറ്റ് ആ ഡ്രഗ് പ്രൊവൈഡ് ചെയ്തു, പ്ലഷർ കിട്ടി. പക്ഷെ ലോങ് ടൈമിൽ കോൺസിക്വൻസസ് ഉണ്ടാകും. അപ്പൊ ഇങ്ങനത്തേക്കുള്ള പ്രശ്നങ്ങൾ ക്രിറ്റിസിസം ആയിട്ടാണ്, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ ബന്ധാമിന്റെ യൂട്ടിലിറ്റേറിയൻസത്തിൽ ആണ് വരിക, ക്വാണ്ടിറ്റി ആണ് വരിക, ക്വാളിറ്റി അല്ല വരുന്നത്. ഓക്കെ, ഇനി ബുക്സിന്റെ പേര് നോക്കുക. ഇതിനെ എതിർത്ത് സംസാരിച്ച ആളാണ് JS മിൽ. ചെയ്യാം ഈ ബുക്കിന്റെ പേര് പഠിച്ചു. ബുക്കിന്റെ പേര് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്ക് ഫസ്റ്റ് ബുക്കാണ്, ഇൻട്രൊഡക്ഷൻ ടു ദി പ്രിൻസിപ്പിൾ ഓഫ് മോറൽ ആൻഡ് ലെജിസ്ലേഷൻസ്, റേഷണൽ പണിഷ്മെന്റ്. ഇനി ഇദ്ദേഹം ഒരു ആർക്കെങ്കിലും അറിയാവുന്ന, വീണ്ടും ബ്രേക്ക് വന്നോ? വീണ്ടും ബ്രേക്ക് വന്നു? ഇടയ്ക്ക് ബ്രേക്ക് വന്നോ? ബ്രേക്ക് വന്നോ? ബ്രേക്ക് വന്നായിരുന്നോ? ഇല്ല, ഇടയ്ക്ക് വന്നു അല്ലേ? ചില ആൾക്കാർ പറഞ്ഞു വന്നു, പിന്നെ ശരിയായി. ഓക്കെ ഓക്കെ, കാര്യം മനസ്സിലായോ? ചോദ്യം ചോദിക്കുക, ഇത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെന്ന് അറിയില്ല. ഈ പണിഷ്മെന്റ് ഉണ്ടല്ലോ, പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കി. ആ സിസ്റ്റത്തിന്റെ പേര് ആർക്കെങ്കിലും അറിയാമോ? നിങ്ങൾക്ക് ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടോ? നിങ്ങൾക്ക് ആക്ടിവിറ്റി ഇപ്പോഴോ? ഇപ്പൊ സംസാരിക്കാം. ഓക്കെ, കേൾക്കാം. നിങ്ങൾക്ക് ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടോ? ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടോ? ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടോ? ആക്ടിവിറ്റി ഗ്രൂപ്പ് ഉണ്ടോ? ഓക്കെ, അതിൽ ഇനി പറയുന്ന കാര്യം എഴുതി അയക്കണം ആക്ടിവിറ്റി ഗ്രൂപ്പിൽ. ഒന്ന്, എന്താ പറഞ്ഞ ആ പണിഷ്മെന്റ് കൊണ്ടിടുന്നതായിരിക്കാം. അങ്ങനെ ആ ജയിലിന്, ആ സിസ്റ്റത്തിനൊരു പേരുണ്ട്, അറിയാമോ ആർക്കെങ്കിലും? പറയുമല്ലോ, അതുപോലെ ചെയ്യാൻ പറ്റും, പെയിൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ക്യാപിറ്റൽ അങ്ങനെ ആ ഒരു പേര്. സോ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ.
ബന്ധാമ എങ്ങനെയുള്ള ഒരാളാണ്? ഒരു മോറൽ റിഫോമിന് വേണ്ടി വാദിക്കുന്ന ആളാണ്. ഒരു മോറൽ റിഫോമിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് ബന്ധാമ. ആ മോറൽ റിഫോമിന് വേണ്ടി വാദിക്കുന്ന ആള് ക്യാപിറ്റൽ പണിഷ്മെന്റിനെയൊക്കെ എതിർക്കും. ക്യാപിറ്റൽ പണിഷ്മെന്റിനെ എതിർക്കും. അതുപോലെ എക്സ്ട്രീം ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കാൻ സമ്മതിക്കത്തില്ല. എക്സ്ട്രീം പണിഷ്മെന്റ് ഒന്നും വേണ്ട, വേണ്ടെന്ന് പറയുന്ന ആളാണ് ആര്? ബന്ധാമ. അതുപോലെ ബന്ധാം പറഞ്ഞാണ് ക്വാണ്ടിറ്റി വെച്ച് അളക്കാൻ പറ്റും. ഹാപ്പിനെസ്സിനെ ക്വാണ്ടിറ്റി വെച്ച് അളക്കാൻ പറ്റും. ഇത്രയും വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ബന്ധാമിന് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നതിനൊരു സിസ്റ്റം, ഒരു ജയിൽ സിസ്റ്റത്തിന് ഒരു പേരുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? അല്ല, ഗില്ലറ്റിനൊക്കെ എക്സ്ട്രീം ആയില്ലേ? ഫാൽ എന്നതിന് വേറൊരു പേരുണ്ടോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. വേറെ റീഹാബിലിറ്റേറ്റീവ് പോലെ, നമിത പറഞ്ഞതുമായി ബന്ധമുണ്ട്. റീഹാബിലിറ്റേറ്റീവ് പോലെ ഫാൽക്കൺ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഫാൽക്കൺ അങ്ങനെ വേറൊരു പേരുണ്ടോ എന്ന് എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്. പക്ഷെ ഒരു ഫേമസ് പേരുണ്ട്. എന്താണത്? ഒരു ഫേമസ് പേരുണ്ട്. റിഫോർമേറ്റീവ് ആണ്, റീഹാബിലിറ്റേറ്റീവ് ആണ്. അതിനൊക്കെ ഒരു പനോപ്റ്റിക്കോൺ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ പനോപ്റ്റിക്കോൺ എന്ന്? പനോപ്റ്റിക്കോൺ കേട്ടിട്ടുണ്ടോ? കുറെ നാളായിട്ട് മറന്നുപോയി കാണും. പനോപ്റ്റിക്കോൺ ഇതൊന്ന് ആക്ടിവിറ്റി ഗ്രൂപ്പിൽ എടുത്തിരുന്നേ. എന്താണ് പനോപ്റ്റിക്കോൺ എന്നുള്ളത് ഈ PDF ഇല്ല. അത് ഭയങ്കര ഫേമസ് അല്ല, ഭയങ്കരമായിട്ട് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ പനോപ്റ്റിക്കോൺ സിസ്റ്റം എന്ന് അതുള്ളത് ബന്ധാമിന്റെ ആണെന്ന് പറയും. പനോപ്റ്റിക്കോൺ. ഓക്കെ, ഇതൊന്ന് ആക്ടിവിറ്റി ഗ്രൂപ്പിൽ ഇടണേ. യെസ്, ഒരു നാല് പാടുമുള്ള ഒരു ടവർ പോലെ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതിന്റെ ഗൂഗിളിലൊക്കെ അതിന്റെ പിക്ചറൊക്കെ കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായാൽ മാത്രമേ നാളെ മില്ല് മനസ്സിലാവൂ. ഇത് മനസ്സിലായാൽ മാത്രമേ നാളെ മില്ല് മനസ്സിലാവൂ. ഇത് മനസ്സിലായോ? ഇതിന്റെ കണക്ഷനാണ് മില്ല്. JS മില്ല് നിങ്ങൾക്ക് ഉണ്ടല്ലോ അല്ലേ? JS മില്ല് ഉണ്ടല്ലോ അല്ലേ? JS മില്ല് ഇതിലില്ലേ? നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ അല്ലേ? നാളെ JS മില്ലിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ വലിയൊരു PDF ആണ്, അതിൽ JS സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സോ ഇന്നത്തെ ക്ലാസ്സിൽ വേറെ ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? നമുക്ക് വേറെ 2 ഇഷ്യൂ ഞാൻ അറിയുന്നുണ്ട്. കുറച്ച് എന്താണ്, നാളെ 7 ഓക്കെ. നാളെ ദിവസം എക്സാമിന്റെ റിവിഷൻ നടക്കുന്നുണ്ട്. അതിന്റെ നമുക്ക് റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ പറഞ്ഞു തരണം. ഈ ഏരിയ ഒന്നുകൂടെ നേരത്തെ ലിസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു എന്തായാലും ഓഗസ്റ്റിലെ ഞാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് പറയും. ബ്രേക്ക് ഉണ്ടോ? വീണ്ടും ബ്രേക്ക് വന്നോ? വീണ്ടും ബ്രേക്ക് ആയോ? ഞാൻ ഒന്നുകൂടെ പറയണോ? വീണ്ടും ബ്രേക്ക് വന്നോ? ഓക്കെ, ഇപ്പൊ പറയുന്നത് കേൾക്കാമോ? ഇപ്പൊ പറയുന്നത് കേൾക്കാമോ? ഇപ്പൊ പറയുന്നത് കേട്ടില്ല. കേൾക്കാൻ ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. ഇപ്പൊ പറയുന്ന കേൾക്കാലോ? ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കാലോ? ഓക്കെ, അതായത് എന്താണ്, ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഇപ്പം ഏതെങ്കിലും ക്ലാസ്സുകൾ കുറച്ചും കൂടെ വേണം, ഏതെങ്കിലും ക്ലാസ്സുകൾ റിവൈസ് ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ റിവൈസ് ചെയ്യാനുള്ളൊരു ഇതായിട്ട് ആ ക്ലാസ്സുകൾ ഒന്നുകൂടെ എടുത്തു തരും. ഞാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് എടുക്കും. അതെല്ലാം ഏതെങ്കിലും ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചർ പിന്നെ രണ്ടാമത്തെ കേസ് ക്ലാസ് ഓക്കെ ആണോ? ബ്രേക്ക് വീണ്ടും ബ്രേക്ക് ആവുന്നുണ്ട്. വീണ്ടും ബ്രേക്ക് ആവുന്നുണ്ട് അല്ലേ?
ഒന്ന് രണ്ട് ഇഷ്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ക്ലാസ്സുകൾക്ക് കുറച്ച് പുറകോട്ടാണെന്ന് കേട്ടോ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലല്ലാത്ത ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അത് പരിഹരിക്കാൻ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ റിവിഷൻ ഞാനായിട്ട് ഡയറക്റ്റായിട്ട് എടുക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ ദിവ്യ അടുത്തൊന്ന് ചോദിച്ചാൽ മതി, അതും അങ്ങനെ കിട്ടും. പിന്നെ ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണോ? ഞാൻ എടുക്കുമ്പോൾ ഇതിന്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നത്, മനസ്സിലാവുന്ന രീതി അഭിപ്രായം കൂടെ പറയും ഒരാളോട്. ഓക്കെ, മനസ്സിലാവുന്ന രീതിയാണ്. നോർമലി നമ്മളിപ്പോൾ ഒരു മണിക്കൂറൊക്കെ കൊണ്ട് 5000 കേസാണ് ഞാൻ പറഞ്ഞത്. 5000 നമുക്ക് പരിഹരിക്കാം. ഒന്നുകൂടെ നമുക്ക് അല്ലാണ്ട് തന്നെ ഡയറക്റ്റ് എടുത്ത് നെറ്റ് ജൂൺ 22 ആകുമ്പോൾ പരീക്ഷയാണ്. അപ്പം അതിന്റെ റിവിഷൻ ഇതിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ മാത്രമേ ഉള്ളൂ, ജൂലൈ ഓഗസ്റ്റ് നിങ്ങൾ മാത്രമേ ഇതുള്ളൂ. അപ്പോൾ ആ സമയത്ത് റിവൈസ് ചെയ്യാം. 5000 ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം മെറ്റീരിയൽ യൂസ് ചെയ്യുക. മെറ്റീരിയൽ നമ്മളെല്ലാവരും നന്നായിട്ട് തയ്യാറാക്കിയ മെറ്റീരിയലാണ്. അപ്പോൾ മെറ്റീരിയൽ നന്നായിട്ട് യൂസ് ചെയ്യുക. 5000 കാര്യം നമുക്ക് പരിഹരിക്കാം. 5000 കാര്യം പരിഹരിക്കാൻ പറ്റുന്നതാണ്. അതിൽ കുറച്ച് ഇത് മാത്രം എന്താണ് ഫാക്ച്വൽ സാധനങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. കൺസെപ്റ്റ് മനസ്സിലായില്ല, തിയറീസിന്റെ ഏരിയയിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, കുറെ എടുക്കും മനസ്സിലാവില്ല. അല്ല, ഞാൻ പ്രോബ്ലംസ് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തതാണ്, പക്ഷെ ഒരു സ്റ്റൈല് മാറ്റാൻ തയ്യാറല്ല. സ്റ്റൈല് നമ്മൾ ടീച്ചർമാരാണല്ലോ. അപ്പോ ആവശ്യമുള്ളത് ഓക്കെ ഞാനത് പറയാം. ഞാൻ ലിസ്റ്റ് നിങ്ങൾ ഏതൊക്കെ ഏരിയ വേണം എന്നുള്ളൊരു ലിസ്റ്റ് തന്നാൽ നമുക്കതൊരു ഇതാക്കി എടുക്കാം. ഓക്കെ, പിന്നെ നമ്മളിനി ഇപ്പൊ ഈ ആപ്പിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ സ്വന്തം ആപ്പിലേക്കുള്ള ട്രെയിനിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ആപ്പിലേക്ക് മാറ്റും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പിന്നെ ബാക്കിയുള്ള റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. അല്ലാത്തത് നിങ്ങളെ യൂട്യൂബിൽ അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ആപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, യൂട്യൂബിലാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു വീക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആപ്പിലേക്ക് മാറും. അപ്പം നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഏത് ഏരിയ എന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ 2 മാസം ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക, ഇതിന് ഓരോ സംഭവങ്ങളും നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഓരോ സംഭവങ്ങളും നോക്കുക. പക്ഷെ പറഞ്ഞുതരും, ഇതിന്റെ ഒരു സെഷൻ വെക്കും. ഞാൻ ദിവ്യയോട് പറഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ മാത്രം ഒരു സെഷൻ വെക്കും. പിന്നെ അല്ലാണ്ട് ഞാൻ തന്നെ നടത്തുന്ന ഒരു റിവിഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷൻ വരും. ആദ്യം നിങ്ങൾക്ക് ദിവ്യയുടെ ഒരു സെഷൻ തരാം. ദിവ്യയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമുള്ള ഒരു സെഷൻ തരാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൈ കിട്ടിക്കാണ്, ഒരു സെഷൻ കിട്ടിയില്ലല്ലോ, ഒരു ക്ലാസ് സെഷൻ കിട്ടിയില്ലല്ലോ, ക്ലാസ് ആയിട്ടുള്ള സെഷൻ കിട്ടിയില്ലല്ലോ. ദിവ്യയുടേതോ അതല്ലെങ്കിൽ എടുക്കുന്ന ആൾക്കാരുടെ ഒരു സെഷൻ തരാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നിട്ട് അങ്ങനെ ഒരു സെഷൻ എടുക്കാം. ഓക്കെ, ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയയൊക്കെ വെച്ചിട്ട് എന്നിട്ട് അതിൽ പറയും. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് കാരണം ക്വസ്റ്റ്യൻസ് ഇതെല്ലാം കൂടെ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്, സിമ്പിൾ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആദ്യത്തെ ക്ലാസ് എടുത്ത് നോക്കി അറിയാം. കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിച്ചിട്ടാണ് നമ്മൾ എല്ലാ സാറന്മാരും കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും കാണിച്ചു തന്നാണല്ലോ. അപ്പോൾ അതിനുശേഷമാണ് പഠിപ്പിച്ചത്. ആ ഒരു ഇഷ്യൂ ഒന്നും കൂടെ എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, സോ മാക്സിമം എന്താ ചെയ്യേണ്ടത്, ഒന്ന് റിവൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് മാത്രം പഠിക്കുക. വെറുതെ സിലബസോ വെറുതെ PDF വായിക്കരുത്. വെറുതെ സിലബസോ വായിക്കരുത്. എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് കൂടെ എടുത്തു വെച്ചിട്ട് വേണം വായിക്കാൻ. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടില്ല എങ്കിൽ ആരൊക്കെ ചോദിക്കണം, ദിവ്യയുടെ ചോദിക്കുക, അയച്ചു തരും. അതിൽ ക്വസ്റ്റ്യൻസ് കൂടെ എടുത്ത് നമ്മൾ പഠിച്ച ഏരിയയുടെ ക്വസ്റ്റ്യൻസ് കൂടെ എടുത്ത് വെച്ച് നോക്കുക. നമ്മൾ പഠിച്ച ഏരിയയുടെ ക്വസ്റ്റ്യൻസ് കൂടെ എടുത്ത് വെച്ച് നോക്കിയിട്ടാണ് ചെയ്യാൻ. ജൂൺ ജൂലൈ കയ്യിലുണ്ട്. മര്യാദയ്ക്ക് പഠിച്ചാൽ സുഖമായിട്ട് പാസ്സാണ്. അത്യാവശ്യം എഫേർട്ട്, ഭയങ്കര എഫേർട്ടൊന്നും വേണ്ട. ഒരു മിനിമം എഫേർട്ട് ഇട്ടാൽ തന്നെ പാസ്സാവും. നന്നായിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു ഇതിലാണുള്ളത്. ഒരു നല്ല സ്ട്രാറ്റജി അറിഞ്ഞ് പഠിക്കണം എന്ന് മാത്രം. ഓക്കെ, ഇനി നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളൊക്കെ ആയിരിക്കും നമ്മൾ തരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സിലബസും കവർ ആയല്ലോ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട്, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ്. ഇനി നമ്മളതിൽ ഇപ്പോൾ ടോട്ടൽ കുറച്ചും ബാക്കിയുണ്ട്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സിലബസും കംപ്ലീറ്റ് ആണല്ലോ, ഏകദേശമായി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആവും. ഈ ജൂൺ പകുതിയോട് കൂടി സിലബസുകൾ കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും, നമ്മൾ പ്രീവിയസ് ഇയർ ഇതിനിടയിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സും തരും. പിന്നെ റിവിഷൻ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യും. 1 മാസം 1.5 മാസം ഉണ്ട് ഇനിയും റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് പോകാം. എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ടോ? എക്സാംസ് ഒക്കെ എഴുതി തുടങ്ങിയോ? മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി തുടങ്ങിയോ?
എക്സാംസ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. എക്സാമിന് ഞാനൊരു ഇതും കൂടെ പറഞ്ഞേക്കാം. 1-2 കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. കോളം വൈസ് അനാലിസിസ് ചെയ്തിട്ട് അതൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. കോളം വൈസ് അനാലിസിസ് ചെയ്യുക എന്ന് പറയുന്ന സെഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ദിവ്യയോട് പറഞ്ഞേക്കാം, അങ്ങനെ ഒരു സെഷൻ തരാൻ പറ്റും. ഓക്കെ, ആ ഒരു സെഷൻ നമ്മൾ എല്ലാ ബാച്ചിലും ചെയ്ത്, സെറ്റ് മാത്രമല്ല എല്ലാ ബാച്ചിലും നമ്മുടെ ഇപ്പോൾ PSC യിലൊക്കെ ഹൈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളൊരു സിസ്റ്റം തരും. എക്സാം എഴുതുമ്പോൾ നിങ്ങൾ എങ്ങനെ അനാലിസിസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം തരും. ചില ആൾക്കാർ അറിയാലോ, അപ്പം ഉദാഹരണം പറഞ്ഞാൽ ഒരു 100 ക്വസ്റ്റ്യൻ എഴുതി, 100 ക്വസ്റ്റ്യനിൽ അയാൾക്ക് 60 എണ്ണം അറിയാം, അതുകൊണ്ട് ശരിയായി. നല്ല സബ്ജക്ട് നോളജ് ഉണ്ട്, 60 എണ്ണം അറിയാൻ ശരിയായി. 10 എണ്ണം അയാൾ കുറച്ച് ഗസ് വർക്കൊക്കെ നടത്തി നല്ലതുപോലെ ആലോചിച്ച് ഗസ് വർക്കൊക്കെ നടത്തി ശരിയാക്കിയത്. കുറച്ചെണ്ണം ലക്കിന് ശരിയായി, കറക്കി കുത്തി ശരിയായി, ലക്കിന് ശരിയായി. കുറച്ചെണ്ണം 50-50 എത്തിച്ചു, അത്രയും കുറച്ച് ലക്ക് പരീക്ഷിച്ചു, ശരിയായി. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. എല്ലാം അറിഞ്ഞിട്ടല്ല എല്ലാവരും ശരിയാക്കുന്നത്. സോ അതിന് വേണ്ടി നമ്മുടെ അനാലിസിസ് ആണ്. ആ അനാലിസിസ് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം ബോധം ഉണ്ടാവണം. നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾ എത്ര മാർക്ക് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലക്ക് എത്ര തുണയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം ഗസ് വർക്ക് നടത്തി തെറ്റുന്നുണ്ട്, അത് നിങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു കോളം വൈസ് ഇങ്ങനെ ഒരു 4-5 കോളം തരും. ആ കോളത്തിൽ ഇങ്ങനെ ടാലി ചെയ്തുകൊണ്ട് വരണം, ഇങ്ങനെ നമ്പർ ഇട്ട് കൊണ്ടുവരണം. അത് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരും. നമുക്ക് തിരിച്ചയച്ചു തരണം. അത് കഴിഞ്ഞിട്ട് തിരിച്ചയച്ചു, ഓരോ എക്സാം കഴിഞ്ഞിട്ട്. ഞാൻ ദിവ്യമായിട്ട് പറഞ്ഞേക്കാം, ആ ഒരു സെഷൻ കൂടെ ചെയ്യാൻ ദിവ്യമായിട്ട് പറഞ്ഞേക്കാം. ഓക്കെ, അപ്പൊ അതും കൂടെ ചെയ്താൽ അങ്ങനത്തെ അതുകൊണ്ടാകുമ്പോൾ ഈ ഒരു 1.5 മാസം കൊണ്ട് ഇതെല്ലാവരും സക്സസ് ആണ്. ഇപ്പൊ ലാസ്റ്റ് PSC ബാച്ചിൽ ഒരു 40+ ഇയേഴ്സ് ഉള്ള 2-3 ആൾക്കാരുണ്ടായിരുന്നു. ഇവരാരും ഇങ്ങനത്തെ ഇപ്പോഴത്തെ ഒരു PSC ലെവലിലുള്ള കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാംസ് എഴുതിച്ചിട്ടില്ല. സോ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറച്ച് സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ പുതിയ കുറെ സ്ട്രാറ്റജീസ് നമ്മൾ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ട് സ്ട്രാറ്റജീസ് നമ്മൾ അവരുടെ പറഞ്ഞു കൊടുക്കും. ഇവർക്ക് 25-26 മാർക്കൊക്കെയാണ് മാക്സിമം ഉണ്ടായിരുന്നത്. ഒരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ 25-26 അവർ PSC സ്കോർ ചെയ്തുകൊണ്ടേ ഇരുന്നത്. PSC കാലഘട്ടം എഴുതുന്നതാണ്. പക്ഷെ ഇത്തവണ ഹൗസ് വൈഫ് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു. കുറെ ആൾക്കാർ 3-4 വർഷം കൊണ്ട് ഓരോ എക്സാമിനെ പിറകെ നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇത്തവണ 45-ന് മേലും 55-നും ഇടയിലും സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് അവർ റാങ്കിൽ വരും എന്ന് ഏകദേശം ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്കുള്ള ഒരു സ്കോറിലേക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കട്ട് ഓഫ് ഒക്കെ വരെ 38ഒക്കെയാണ്. അപ്പൊ 45-ന് മേലേക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റപ്പിലേക്ക് അവർ എത്തിച്ചിട്ടുണ്ട്. അവർ പോലും വിചാരിച്ചില്ല. അവർക്ക് ലാസ്റ്റ് കോൺഫിഡൻസ് ഒക്കെ വന്ന ഒരു സിസ്റ്റമാണ്. അപ്പൊ അതിന്റെ ഒരു സിസ്റ്റമാണ് ഇത്. അതുപോലെ തന്നെ ഈ എക്സാംസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു സെഷൻ ചെയ്യും. ഇനിയുള്ള സെഷൻസ് എല്ലാം എക്സാം ഓറിയന്റഡ് ആയിരിക്കും. ഈ ഒരു സിലബസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പരിപാടി ആയിരിക്കും. അപ്പോൾ അത് മാക്സിമം ഇരുന്നാൽ മതി. ഒരു 10-30 ദിവസം കൊണ്ടൊക്കെ സുഖമായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ഇനിയും ഉണ്ട് ഒരു 50-55 ദിവസത്തോളം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, മാക്സിമം നന്നായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൂടെ നിന്നാൽ മതി. ഓക്കെ, അപ്പോൾ നാളെ കാണാം. താങ്ക് യു. നാളെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈവനിങ് വെക്കുക. ഞാൻ നെറ്റ് ക്ലാസ് എടുത്ത് വേറൊരു സമയം വെക്കാമെന്ന് വിചാരിക്കും. ഓക്കെ, താങ്ക് യു.